നമസ്കാരം. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിംഗ് പരിപാടിയിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം PCOD ആണ്, അതായത് പോളിസിസ്റ്റിക് ഓവറിയൻ ഡിസീസസ്. എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും അപ്പോൾ ഈ ഒരു വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ നമ്മോടൊപ്പം ഉള്ളത് റിട്ടയർഡ് ചീഫ് കൺസൾട്ടന്റ് ഗൈനക്കോളജിസ്റ്റ് വിക്ടോറിയ ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ ഡോക്ടർ ജെസ്സി നെറ്റോയാണ്. അപ്പോൾ നമ്മുടെ ഡോക്ടറിന്റെ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമസ്കാരം. നമസ്കാരം ഡോക്ടർ. ഇപ്പോൾ പൊതുവെ അതായത് 13 വയസ്സ് തൊട്ട് പെൺകുട്ടികൾ നേരിടുന്ന, അല്ലെങ്കിൽ സ്ത്രീകൾ, അതായത് ഒരു പ്രായമെത്തിയ സ്ത്രീകൾ നേരിടുന്ന ഒരു പ്രധാന പ്രശ്നമാണ് PCOD എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനൊരു ഇൻട്രൊഡക്ഷൻ, അല്ലെങ്കിൽ ഇതെന്താണ്, എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്, ഇതിനെ കുറിച്ച് ഒന്ന് പറയാമോ ഡോക്ടർ ആദ്യം തന്നെ? PCOD എന്ന് പറഞ്ഞാൽ പോളിസിസ്റ്റിക് ഒവേറിയൻ ഡിസീസ്. അത് ഡയഗ്നോസ് ചെയ്യണമെങ്കിൽ 3 ഘടകങ്ങളാണ്. അതായത് അതിൽ ആ 3 ഘടകം എന്ന് പറയുമ്പോൾ റോട്ടർഡാം ക്രൈറ്റീരിയ പ്രകാരം 3 ഘടകങ്ങളുണ്ട്. അതിൽ 3-ൽ 2 ഉണ്ടെങ്കിൽ PCOD എന്ന് നമുക്ക് ഡയഗ്നോസ് ചെയ്യാം. അതിൽ ആദ്യത്തെ ഘടകം മെൻസ്ട്രുവൽ ഇറഗുലാരിറ്റീസ് എന്ന് പറയുമ്പോൾ 2, 3, 4 മാസമൊക്കെ പീരീഡ് വരാണ്ടിരിക്കുക. സാധാരണ നോർമലായ ഒരു സ്ത്രീക്കോ കുട്ടിക്കോ 28 ദിവസം കൂടുമ്പോൾ പീരീഡ്സ് വരേണ്ടതാണ്. ആ വരേണ്ടത് 2 അല്ലെ 3 അല്ലെ 4 മാസം വരെ വരാണ്ടിരിക്കുക. വന്നാൽ തന്നെ സ്പോട്ടിംഗ് ആയിട്ട് ചെറുതായിട്ട് പോവുക, അല്ലെങ്കിൽ ചെറിയൊരു ഡിസ്ചാർജ് പോലെ പോവുക, അല്ലെങ്കിൽ മൈൽഡായിട്ടുള്ള ബ്ലീഡിങ്, നോർമലായിട്ടുള്ള ഫ്ലോ ഇല്ല. ചിലർക്കാണെങ്കിൽ അത് വന്നു കഴിഞ്ഞാൽ നിൽക്കാതെ കണ്ടിന്യൂ ചെയ്ത് ചിലപ്പോൾ 1 മാസം വരെ പോവുക. ചിലപ്പോൾ പെട്ടെന്ന് ഒറ്റയടിക്ക് ക്ലോട്ട്സ് ആയിട്ട് ഒരുപാട് ബ്ലീഡിങ് പോയിട്ട് അത് അനീമിയയിലോട്ടും ക്ഷീണത്തിലോട്ടും തളർച്ചയിലോട്ടും പോവുക. അതാണ് ഈ മെൻസ്ട്രുവൽ ഇറഗുലാരിറ്റീസ് പൊതുവെ കാണുന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം നമ്മൾ പറയുന്നത് ഹൈപ്പർ ആൻഡ്രോജൻസ്, അതായത് പുരുഷ ഹോർമോൺ അധികമായിട്ട് വരുമ്പോഴാണ് ഈ ഹൈപ്പർ ആൻഡ്രോജനിക് ഫീച്ചേഴ്സ് വരുന്നത്. അതിൽ മെയിനായിട്ട് വരുന്നത് പിന്നെ രോമവളർച്ച, അധികമായ രോമവളർച്ച മേൽചുണ്ടില്, കീഴ്ത്താടിയില്, പിന്നെ ബാക്ക് സൈഡില്, ചെസ്റ്റില്, പിന്നെ ലെഗ്സില്, തൈസില്, ആബ്ഡോമിനലില്, സ്ത്രീകൾക്ക് കാണാൻ പാടില്ലാത്ത സ്ഥലങ്ങളിലെല്ലാം അധികമായിട്ട് പുരുഷന്മാരുടേതിന് സമാനമായിട്ടുള്ള രോമവളർച്ച, അത് ആൻഡ്രോജൻസ് കൂടുന്നത് കൊണ്ടാണ് ഇത് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ആക്നെ, അതായത് പിമ്പിൾസ്, പിന്നെ കഴുത്തിന്റെ ബാക്ക് സൈഡില് കറുത്ത പാടുകൾ, അക്കാന്തോസിസ് നെഗ്രിക്കാൻസ് എന്ന് പറയും, അത് അങ്ങനത്തെ കുറെ ഫീച്ചേഴ്സ്. പിന്നെ നമ്മൾ സ്കാൻ ചെയ്യുമ്പം ആ സ്കാനിങ്ങിനകത്ത് ഓവറിയിൽ കുമിളകൾ പോലെ സിസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അത് ഫോളിക്കിൾസ് ആണ്. പക്ഷേ വളർച്ചയെത്താത്ത ഫോളിക്കിൾ സാധാരണയിൽ കവിഞ്ഞ നമ്പേഴ്സിൽ. ഇപ്പോൾ അവർ പറയുന്നത് മോർ ദാൻ 20 to 25 ആണ്. പണ്ട് ഒക്കെ അത് 12 വരെയാണ് പറഞ്ഞിരുന്നത്. ഇപ്പോൾ അൾട്രാസൗണ്ട് ഒന്നുകൂടെ റിഫൈൻഡ് ആയതിനു ശേഷം അവർ പറയുന്നത് 20 to 25 വരെയുള്ള ഫോളിക്കിൾസ്, അത് വളർച്ചയെത്താത്ത ഫോളിക്കിൾസ് ആണ്. അതുകൊണ്ട് തന്നെ അവിടെ ഓവുലേഷൻ നടക്കുന്നില്ല. ഓവുലേഷൻ നടക്കണമെങ്കിൽ ഇത് വളർച്ചയെത്തി ഇത് പൊട്ടിയാൽ മാത്രമേ അണ്ടം പുറത്തു വരത്തുള്ളൂ. അതുകൊണ്ട് ഓവുലേഷൻ നടക്കുന്നില്ല, അനോവുലേറ്ററി ആയിരിക്കും. ഈ 3 ഘടകത്തിൽ 2 ഉണ്ടെങ്കിൽ നമുക്ക് PCOD എന്ന് ഡയഗ്നോസ് ചെയ്യാം. PCOD എന്ന് പറയുന്നത് പോലെ തന്നെ മറ്റൊരു വിഭാഗമാണ് PCOS. എല്ലാവർക്കും സംശയമാണ് ഇപ്പോൾ കൂടുതൽ പേർക്കും ഉള്ളത് PCOD ആണോ PCOS ആണോ? എന്താണ് ഇത് തമ്മിലുള്ള വ്യത്യാസം? എന്താണ് PCOS? PCOS എന്ന് പറഞ്ഞാൽ പോളിസിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രോം ആണ്. ഏതൊരു സിൻഡ്രോമിനെ പോലെയും അതിൽ ഒരുപാട് ലക്ഷണങ്ങൾ കാണും. പലതും കൂടെ കൂടിച്ചേരുന്നതാണ് PCOS. ഇത് ശരിക്കും പറഞ്ഞാൽ ഹൈപ്പോതലാമസ് പിറ്റ്യൂട്ടറി ഒവേറിയൻ ആക്സിസിൽ വരുന്ന ഡിസ്ഹാർമണിയാണ്. അങ്ങനെ വരുമ്പോഴത്തേനും ഓവുലേഷൻ നടക്കുന്നില്ല. അതാണ് മെയിൻ പ്രശ്നം. അതിനോടനുബന്ധിച്ച് വേറെ ഗ്രന്ഥികളെ ഇത് അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ തൈറോയിഡിൻ്റെതായ പ്രശ്നങ്ങൾ, പ്രൊലാക്റ്റിന് അത് വരും. പിന്നെ ഒബീസിറ്റി, വണ്ണം കൂടുതലുണ്ട്, അതിൻ്റെതായ പ്രശ്നങ്ങൾ. പിന്നെ ആൻഡ്രോജൻ കൂടുതലുണ്ട്, അത് പ്രശ്നം. അങ്ങനെ ഒത്തിരി കൂട്ടങ്ങളുടെ ഒരു സംഹിതയാണ് PCOS എന്ന് പറയുന്നത്, പോളിസിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രോം. ഇറ്റ് ഇസ് എ സിൻഡ്രോം. അത് ടൈപ്പ് 2 ഫെയിലിയർ ആണ്. HPO ആക്സിസിന്റെ ടൈപ്പ് 2 ഫെയിലിയർ ആണ് പോളിസിസ്റ്റിക് ഒവേറിയൻ ഡിസീസ് എന്ന് പറയുന്നത്. ഓക്കെ ഡോക്ടർ. അപ്പോൾ PCOD എന്ന് പറയുമ്പോൾ അത് എന്തുകൊണ്ടാണ് ഇങ്ങനൊരു രോഗം ഉണ്ടാകാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്?
ഇതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ പണ്ട് നമ്മുടെ അമ്മമാർക്കോ മുത്തശ്ശിമാർക്കോ ഒന്നും നമ്മൾ ഇങ്ങനെ PCOD എന്നുള്ള ഒരു ലക്ഷണം നമ്മൾ കണ്ടിട്ടില്ല. ഇപ്പോഴത്തെ ഒരു ജനറേഷന്റെ ഏറ്റവും വ്യത്യസ്തമായ ഒരു പ്രത്യേകതരം ഒരു അസുഖമാണ്. ഇതിൽ മെയിനായിട്ട് അത് വരുന്നത് ലൈഫ് സ്റ്റൈൽ ഡിസീസുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇത് കിടക്കുന്നത്. ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ലൈഫ് സ്റ്റൈലിൽ പഴയതിൽ നിന്നും വ്യത്യസ്തമാണ് ഇപ്പോഴത്തെ ലൈഫ് സ്റ്റൈല്. ബോഡി എക്സേർട്ട് ആവുന്നില്ല, നമ്മുടെ ഫുഡ് ഹാബിറ്റ്സ്, നമുക്ക് എക്സർസൈസ് ഇല്ല, സ്കൂള്, ട്യൂഷൻ, TV, മൊബൈൽ, തീർന്നു. ലോകം അതോടെ കഴിഞ്ഞു. അങ്ങനെ വരുമ്പോഴത്തേനും ഇങ്ങനത്തെ കുറെ പുതിയ ശൈലീ രോഗങ്ങൾ അങ്ങ് രൂപപ്പെട്ടു വരികയാണ്. അതാണ് ഇപ്പൊ ഇത് കൂടുതൽ കാണും. ഇപ്പം ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് കണക്കനുസരിച്ച് ഏകദേശം 20% സ്ത്രീകളിൽ ഇതുണ്ട്. ഇപ്പോഴത്തെ കണക്ക് എന്ത് പ്രശ്നമാണെങ്കിലും പെൺകുട്ടികൾ നേരിടുന്ന ഒരു പ്രശ്നമാണ് അല്ലേ. ഇപ്പൊ കല്യാണം കഴിഞ്ഞാണെങ്കിലും എന്താണ് പ്രശ്നം എന്ന് നോക്കിയാൽ ആദ്യം പറയുന്നത് എനിക്ക് PCOD ആണ് എന്നാണ്. അപ്പോൾ ഈ ഒരു കാരണങ്ങളാണ് മെയിനായിട്ടും പറയാനുള്ളത്. ബാക്കി പിന്നെ കുറച്ച് ജനറ്റിക് ഇൻഫ്ലുവൻസ് കൂടെ ഉണ്ട്. എന്ന് വെച്ചാൽ കുടുംബപരമായിട്ട് ഫസ്റ്റ് ഡിഗ്രി റിലേറ്റീവ്സിനോ അവർക്ക് ഒക്കെ ഉണ്ടെങ്കിൽ അതൊരു ചെറിയൊരു ജനറ്റിക് ഒരു വേരിയന്റ് അതിനകത്തുണ്ട്. അപ്പോൾ ഡോക്ടർ നമ്മള് കാരണങ്ങൾ പറഞ്ഞു, PCOD എന്താണെന്ന് പറഞ്ഞു, ഇതിന്റെ ലക്ഷണങ്ങൾ പറഞ്ഞു. അപ്പോൾ പ്രധാനമായിട്ടും എന്തൊക്കെ ടെസ്റ്റുകളാണ് ഉള്ളത്? PCODക്ക് മെയിനായിട്ടും ടെസ്റ്റ് ചെയ്യുന്നത് ഒരു കുട്ടി നമ്മുടെ അടുത്ത് വരുമ്പോൾ തന്നെ നമുക്ക് ആ ക്ലിനിക്കൽ ഹിസ്റ്ററിന്ന് ഏകദേശം നമുക്ക് പിടികിട്ടും. മെൻസ്ട്രുവൽ ഇറഗുലാരിറ്റി, അല്ലെങ്കിൽ ഒരു കല്യാണം കഴിഞ്ഞ ഒരു യുവതിയാണെങ്കിൽ ഇൻഫെർട്ടിലിറ്റി ആയിട്ടായിരിക്കും പ്രസന്റ് ചെയ്യുന്നത്. അപ്പൊ ഏകദേശം ഒരു പിടികിട്ടും ക്ലിനിക്കലിൽ. പിന്നെ നമ്മുടെ BMI എന്ന് പറഞ്ഞാൽ നമ്മുടെ വെയിറ്റും ഹൈറ്റും തമ്മിലുള്ള ആനുപാതികമായ റേഷ്യോ ആണ് നമ്മൾ BMI എന്ന് പറയുന്നത്. BMI കൂടുതലായിരിക്കും. പിന്നെ ഹൈപ്പർ ആൻഡ്രോജനിസത്തിന്റെ എല്ലാ ഫീച്ചേഴ്സും ഒരുമാതിരിപ്പെട്ട എല്ലാം ആ സ്ത്രീയിൽ പ്രകടമായിരിക്കും. പിന്നെ നമ്മള് സ്കാനിങ്ങിന് വിടുന്നു. ഇപ്പൊ മൾട്ടിപ്പിൾ സിസ്റ്റ് കാണുന്നു, പോളിസിസ്റ്റിക് നമ്മൾ. ഇതിൽ കൂടുതലായിട്ട് നമ്മൾ ചെയ്യുന്ന ടെസ്റ്റുകൾ എന്ന് പറഞ്ഞാല് പിന്നെ ടോട്ടൽ ടെസ്റ്റോസ്റ്ററോൺ നമ്മൾ നോക്കും. ടോട്ടൽ ടെസ്റ്റോസ്റ്ററോൺ കൂടുതലാണെങ്കിൽ അത് തന്നെ. പിന്നെ ശരിക്കും ഇപ്പം നോക്കാൻ അവര് പറയുന്നില്ല. പിന്നെ ഫ്രീ ആൻഡ്രോജൻ ഇൻഡെക്സ് നോക്കും, അത് നോക്കും. സെക്സ് ഹോർമോൺ ബൈൻഡിങ് ഗ്ലോബുലിനുമായിട്ടുള്ള ഒരു റേഷ്യോ ആണ്. ഫ്രീ ആൻഡ്രോജൻ ഇൻഡെക്സ് നോക്കും, അത് അവൈലബിൾ ആണ്, അത് ചെയ്യാം. പിന്നെ ഫാസ്റ്റിംഗ് ഇൻസുലിൻ അത് കൂടുതലായിരിക്കും, ഫാസ്റ്റിംഗ് ഷുഗർ അത് കൂടുതലായിരിക്കും. അങ്ങനെ ഒരുമാതിരിപ്പെട്ട എല്ലാം, കൊളസ്ട്രോള് ഇതെല്ലാം കൂടുതലായിരിക്കും. നമ്മുടെ ആരോഗ്യത്തിന് ഹാനികരമായ മെജോറിറ്റി കാര്യങ്ങളും കൂടുതലായിരിക്കും. പക്ഷെ കറക്റ്റായിട്ട് പറഞ്ഞാൽ അത് ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്ന ടെസ്റ്റുകൾ ഇത്രയേ ഉള്ളൂ. ഒന്ന് സ്കാനിങ്, പിന്നെ ടോട്ടൽ ടെസ്റ്റോസ്റ്ററോൺ, പിന്നെ സെക്സ് ഹോർമോൺ, മറ്റേത് ഫ്രീ ആൻഡ്രോജൻ ഇൻഡെക്സ്, അത്ര. അപ്പോൾ അതായത് കുട്ടിക്കാലത്ത് തന്നെ നമ്മൾ ഈ ഒരു രോഗം നിർണയിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ചികിത്സിക്കേണ്ട ആവശ്യകതയുണ്ടോ ഇതിന്? ശരിക്കും പറഞ്ഞാൽ അപ്പോൾ തന്നെ ചികിത്സിക്കുന്നതാണ് നല്ലത്. കാരണം നമ്മുടെ ഹൈറ്റിന് വെയിറ്റിന് അനുപാതികമായ റേഷ്യോ BMI നിലനിർത്തിക്കൊണ്ട് ആ എക്സർസൈസും ഒക്കെ ചെയ്ത് അത് കൊണ്ടുപോവുകയാണെങ്കിൽ ഇത് നമ്മളോട് കൂടെ തന്നെ പോരുന്ന ഒരു അസുഖമാണ്. അല്ലാതെ 3 കൊല്ലത്തേക്ക് 4 കൊല്ലത്തേക്ക് അങ്ങനെ ഒരു ടൈം പീരീഡ് ഇല്ല. അത് നമ്മുടെ കൺട്രോളിൽ നിർത്തിക്കഴിഞ്ഞാൽ നമുക്ക് വലിയ പ്രശ്നങ്ങളില്ല. അത് മെൻസ്ട്രുവൽ ഇറഗുലാരിറ്റി ഇല്ലാതെയും കറക്റ്റായിട്ട് പീരീഡ്സ് വരികയും ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റ് എടുക്കാതെയും ഒക്കെ നമുക്ക് അത് കൊണ്ടുപോകാം. ഈ ഒരു പ്രശ്നം പ്രധാനപ്പെട്ട ഈ ഗർഭധാരണത്തിന് എങ്ങനെയാണ് ബാധിക്കുന്നത്? ഗർഭധാരണത്തിൽ എന്ന് വെച്ചാൽ ഒരു പ്രഗ്നന്റ് ലേഡി, PCOD ഉള്ള ഒരു സ്ത്രീ ഗർഭധാരണം നടത്താൻ തന്നെ ഇച്ചിരി വൈകും യൂഷ്വലി. അങ്ങനെ വരുന്നവർക്ക് അതിൽ അബോർഷന്റെ ചാൻസസ് കൂടുതലാണ്. പിന്നെ ബേബിക്ക് അംഗവൈകല്യങ്ങൾ വരാനുള്ള ചാൻസ് കൂടുതലാണ്. പ്രീടേൺ ഡെലിവറിക്ക്, അത് മാസം തികയാതെ ഉള്ള പ്രസവത്തിനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ ഡെലിവറി ടൈമിൽ ഓവർ വെയിറ്റ് കാരണം കൊണ്ട് ഇൻസ്ട്രുമെന്റൽ ഡെലിവറിക്കുള്ള സാധ്യത അത് കൂടുതലാണ്. അപ്പം പിന്നെ ബേബിയുടെ ഹാർട്ട് ബീറ്റിനും ഒക്കെ വ്യതിയാനങ്ങൾ വരാനുള്ള സാധ്യതകളൊക്കെ കൂടുതൽ തന്നെയാണ്. ഡോക്ടർ, ഇപ്പോൾ PCOD ആണ് എന്ന് പറഞ്ഞ് നമ്മൾ ഡോക്ടറെ സമീപിക്കുന്ന രോഗികൾ അല്ലെങ്കിൽ സ്ത്രീകൾ, പെൺകുട്ടികളൊക്കെ ഡോക്ടറിന് ഇപ്പോൾ അതായത് പീരീഡ്സ് റെഗുലർ ആകാനായിട്ട് ഹോർമോൺ ടാബ്ലറ്റ്സുകൾ കൊടുക്കാറുണ്ട് അല്ലേ? അതെ. അപ്പോൾ ഈ ടാബ്ലറ്റ്സ് നിർത്തുമ്പോൾ വീണ്ടും ഇത് ആവർത്തിക്കുന്നത് എന്തുകൊണ്ടാണ്? ഹോർമോൺ ടാബ്ലറ്റ് എന്ന് പറഞ്ഞാൽ ഈസ്ട്രോജൻ, പ്രൊജസ്ട്രോൺ ഡോസ് അടങ്ങിയ ടാബ്ലറ്റ്സ് ആണ് നമ്മൾ കൊടുക്കുന്നത്. സൈക്ലിക്കലിയാണ് നമ്മൾ കൊടുക്കുന്നത്. സൈക്ലിക്കലി കൊടുക്കുമ്പോൾ അവർക്ക് കറക്റ്റ് ആയിട്ട് പീരീഡ്സ് വരും. പക്ഷെ അതിനോടൊപ്പം തന്നെ എക്സർസൈസും കൂടെ ചെയ്ത് ഫുഡ് ഹാബിറ്റ്സും കുറച്ച്, വണ്ണവും കുറച്ച്, ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനും ചെയ്താൽ മാത്രമേ അതിന്റെ ഡ്യൂറേഷൻ നമുക്ക് ഈ
ഹോർമോണൽ പിൽസ് എടുക്കുന്നതിന്റെ ഡ്യൂറേഷൻ കുറയ്ക്കാൻ പറ്റും. അതുപോലെ തന്നെ PCOD ഒരു പാരമ്പര്യ രോഗമാണോ? പാരമ്പര്യ രോഗം ജനറ്റിക് ഒരു എലിമെന്റ് അതിലുണ്ട്. കാരണം നമ്മുടെ കുടുംബത്തിൽ ഫസ്റ്റ് ഡിഗ്രി റിലേറ്റീവ്സിനൊക്കെ ഉണ്ടെങ്കിൽ അത് PCOD നമുക്കും വരാനുള്ള ഒരു ജനറ്റിക് എലിമെന്റ് ഉണ്ട്. ജനറ്റിക്കൽ എലമെന്റ് ഉണ്ട്. മറ്റെന്തൊക്കെ പ്രശ്നങ്ങളാണ് PCOD മൂലം നമ്മുടെ ശരീരത്തിനെ ബാധിക്കുന്നത്? PCOD മൂലം നമ്മുടെ ശരീരത്തിന് ഒട്ടനവധി പ്രശ്നങ്ങൾ ബാധിക്കും. അതായത് ഒന്നാമത്തെ മെയിൻ കാര്യം എന്ന് പറയുന്നത് മെറ്റബോളിക് സിൻഡ്രോം. 33% പറയുന്നത് മെറ്റബോളിക് സിൻഡ്രോം എന്നതിൽ വരുന്നത് ഹൈപ്പർ ടെൻഷൻ, ടൈപ്പ് 2 ഡയബറ്റിസ്, ഡിസ്ലൈപ്പിഡീമിയ, സെൻട്രൽ ഒബീസിറ്റി. ഈ 4 മെറ്റബോളിക് സിൻഡ്രോമിൽ വരും. പിന്നെ അതിന്റെ മെയിൻ കാരണം ഇൻസുലിൻ റെസിസ്റ്റൻസ്. ഇതിന്റെ എല്ലാം കൾപ്രിറ്റ് ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ്. പിന്നെ രണ്ടാമത്തെ കാര്യം ഡിസ്ലൈപ്പിഡീമിയ, അതായത് അത്രോജെനിസിസ്. ഈ ബ്ലഡ് വെസലിലൊക്കെ ക്ലോട്ട് വന്നിട്ട് അത് ബ്ലോക്ക് ആവാനുള്ള സാധ്യത, അത്രോജനിക് ടെൻഡൻസി കൂടുതലാണ്. അതും ഇൻസുലിൻ റെസിസ്റ്റൻസും ഉണ്ട്. കാരണം ഈ ബോഡിയിൽ ഫാറ്റ് ഒരുപാടുണ്ട്. പെരിഫറൽ ഫാറ്റ്, വിസറൽ ഫാറ്റ് ഒക്കെ ഇഷ്ടം പോലെ ഉണ്ട്. അതെല്ലാം കൺവേർട്ട് ചെയ്ത് വരുന്നത് ഈ ലിവറിലോട്ട് പോയി മോശം തരം ആയിട്ടുള്ള VLDL, ട്രൈഗ്ലിസറൈഡ്സ്, അങ്ങനത്തെ പിന്നെ അപ്പോലൈപ്പോപ്രോട്ടീൻ B അതെല്ലാം കൂടുവാണ്. അതേസമയം നമ്മുടെ ബോഡിക്ക് വേണ്ട HDL അവിടെ കുറയാണ്, അത് കുറയുവാണ്. മറ്റതെല്ലാം അവിടെ കൂടുകയാണ്. അതുകൊണ്ടാണ് ഡിസ്ലൈപ്പിഡീമിയ ഒത്തിരി വരുന്നത്. അതുകൊണ്ടാണ് അവർക്ക് കൊളസ്ട്രോൾ അത് അങ്ങനത്തെ സാധനങ്ങൾ കൂടുന്നത്. പിന്നെ ഒബീസിറ്റി എന്ന് പറയുമ്പം അതും ഇൻക്രീസ്ഡ് സെൻസിറ്റിവിറ്റിയാണ്. ഏതാ? ഓവറിയിൽ തന്നെ 2 തരം സെൽസ് ഉണ്ട്, തീക്ക സെൽസും പിന്നെ ഗ്രാനുലോസ സെൽസ്. ആ തീക്ക സെൽസിൽ പിന്നെ ഇൻസുലിന്റെ സെൻസിറ്റിവിറ്റി കൂടുമ്പോൾ ഒരുപാട് ആൻഡ്രോജൻ അത് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ നമുക്ക് സെൻട്രൽ ഒബീസിറ്റി വരും. കാരണം ഈ ഫ്രീ ഫാറ്റി ആസിഡ് കൂടുകയാണ്. പിന്നെ ഹൈപ്പർ ടെൻഷൻ വരുന്ന കാര്യം അതും ഇത് തന്നെയാണ്. മനസ്സിലായില്ല? അത് പിന്നെ റെനിൻ, ആൻജിയോടെൻസിൻ, ആൽഡോസ്റ്ററോൺ എന്ന് പറഞ്ഞൊരു പാത്വേ ഉണ്ട്. ആ പാത്വേ ഇത് അഫക്റ്റഡ് ആയി ഹൈപ്പർ ടെൻഷൻ വരുവാണ്. ഇതിന്റെ കോൺസിക്വൻസസ് എന്ന് വെച്ചാൽ ഇത് നമ്മൾ നേരാവണ്ണം കണ്ടുപിടിച്ച് അതിനെ നമ്മൾ നിയന്ത്രിച്ചില്ല എന്നുണ്ടെങ്കിൽ കോൺസിക്വൻസസ് കൊറോണറി ഹാർട്ട് ഡിസീസ് അത് 6 തവണയാണ്, 6 മടങ്ങാണ് ഇൻക്രീസ് ചെയ്യുന്നത്. കൊറോണ 3 to 6 times അവര് പറയുന്നത്. പിന്നെ ടൈപ്പ് 2 ഡയബറ്റിസ് അത് പറയുന്നത് 5 times ഇൻക്രീസ് ആണ്. പിന്നെ ഒബ്സ്ട്രക്റ്റിക് സ്ലീപ്പ് അപ്നിയ എന്ന് പറയും. അതായത് നമ്മുടെ ഈ ശ്വാസകോശത്തിന്റെ മേൽഭാഗത്തുള്ള ആ കുഴലിൽ വന്നിട്ട് ഈ ലൈപ്പിഡ്സ് വന്ന് ഡെപ്പോസിറ്റ് ചെയ്തിട്ട് നമ്മൾ ഉറക്കത്തിൽ നിന്ന് ചാടി എഴുന്നേക്കും, നമുക്ക് ശ്വാസം കിട്ടുന്നില്ല. ഒബ്സ്ട്രക്റ്റിക് സ്ലീപ്പ് അപ്നിയ എന്ന് പറയും. അത് 30 മടങ്ങാണ് ഈ PCODക്ക് വരുന്നത്. പിന്നെ ഇത് ഹോർമോൺ ആണല്ലോ, ഈസ്ട്രോജൻ ലെവൽ കൂടി നിൽക്കുകയാണ്. ഈസ്ട്രോജൻ ലെവൽ കൂടി നിൽക്കുന്നത് കൊണ്ട്, കാരണം ഈ ഫോളിക്കിൾസ് എല്ലാം ഈസ്ട്രോജൻ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഈസ്ട്രോജൻ ലെവൽ ഹൈപ്പർ ഈസ്ട്രോജനിക് സ്റ്റേറ്റ് ആണ്. അപ്പോ അത് വന്നിട്ട് എൻഡോമെട്രിയം, അത് യൂട്രസിന്റെ ഭിത്തിയുടെ തിക്നെസ് അവിടെ കൂടുമ്പോൾ അവിടെ എൻഡോമെട്രിയൽ ഹൈപ്പർപ്ലേസിയ വരും. അത് പിന്നെ എൻഡോമെട്രിയൽ ക്യാൻസറിലോട്ട് പോകും. അത് കൊച്ചു കുട്ടികളെക്കാൾ പ്രായമായവരിലാണ്. ഏകദേശം പെരിമെനോപോസൽ, പോസ്റ്റ് മെനോപോസൽ ആ ഏജ് ഗ്രൂപ്പിലാണ് വരുന്നത്. അത് കഴിഞ്ഞാല് പിന്നെ പാൻക്രിയാറ്റിക് ക്യാൻസർ, അതിന്റെയും ഇൻസിഡൻസ് കൂടുതലാണ്. കോളോറക്ടൽ ക്യാൻസർ എന്ന് പറഞ്ഞാൽ വൻകുടലിന്റെ ആ ഭാഗത്തുള്ള ക്യാൻസർ, ബ്രസ്റ്റ് ക്യാൻസർ, ഇതിനെല്ലാം സാധ്യത കൂടുതലാണ്. കാരണം ഈ ഈസ്ട്രോജൻ ആണ് ഇതിന്റെ കൾപ്രിറ്റ്. ഇനി ഇവർക്കെല്ലാം ഒരു മാനസികമായിട്ടുള്ള സൈക്കോളജിക്കൽ പ്രോബ്ലം കണ്ടുവരാറുണ്ട്. കാരണം ഈ ഭയങ്കര സ്ട്രെസ്, ഭയങ്കര സ്ട്രെയിന്, അപ്പോഴത്തേന് ആങ്സൈറ്റി കൂടും, ഡിപ്രഷൻ കൂടും. അങ്ങനെ പിന്നെ ഗർഭിണിയാവുന്നില്ല എന്നുള്ള ആ ടെൻഷൻ, കല്യാണം കഴിഞ്ഞവർക്ക്, അതെല്ലാം അതിന്റെ കൂടെയുള്ള. അപ്പൊ ഈ PCODയും ഇവരുടെ മെന്റൽ ഹെൽത്തുമായിട്ട് റിലേറ്റഡ് ആണ്. പെട്ടെന്നുള്ള ഒരു വിഷാദത്തിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അവർക്ക് അതിന്റേതായ കൗൺസിലിംഗ് എല്ലാം ആവശ്യമാണ്. അത് വളരെ അഡ്വാൻസ്ഡ് സ്റ്റേജസിനാണ് ഇത് വേണ്ടി വരുന്നത്. അപ്പോൾ നമ്മൾ ഈ മെന്റൽ ഹെൽത്തിന്റെ കാര്യമാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ ഹോസ്പിറ്റൽസിൽ തന്നെ അതിന്റെ കൗൺസിലിംഗ് കൊടുക്കാറുണ്ടോ? കൊടുക്കാമല്ലോ. വലിയ ഹോസ്പിറ്റൽസിലെല്ലാം അതിന്റേതായ പ്രൊവിഷൻസ് നൽകുന്നുണ്ട്. കാരണം ഡെലിവറി കഴിഞ്ഞാൽ അവർക്ക് ലാക്ടേഷനും ഒരു ബുദ്ധിമുട്ട് വരുമ്പോഴത്തേനും അവര് ആകെ ഒരു ബുദ്ധിമുട്ടിലോട്ട് പോകും. മുലപ്പാലിന്റെ അളവ് കുറയും, അതിന്റെ ക്വാളിറ്റിക്ക് വ്യത്യാസം വരും, അതിന്റേതായ പ്രശ്നങ്ങൾ, പിന്നെ ഓവർ വെയിറ്റിന്റേതായ പ്രശ്നങ്ങൾ, ഇതെല്ലാം വരുമ്പോൾ അവിടെ തന്നെ കൊടുക്കാവുന്നതാണ്. അത് ഈ ഓവർ വെയിറ്റ് എന്ന് പറഞ്ഞല്ലോ ഡോക്ടർ, ഇപ്പൊ വണ്ണം ഇതിന്റെ ഒരു പ്രധാന കാരണമാണോ? വണ്ണം അത് പറയുന്നതിന് മുമ്പേ അടുത്ത കോൾ എത്തിയിട്ടുണ്ട്. ഓക്കെ, ഹലോ.
ഹലോ, നമസ്കാരം. നമസ്കാരം. ഞാൻ ജാസ്മിനാ നേരത്തെ വിളിച്ചത്. ഓക്കെ ചേച്ചി, ഡോക്ടറുണ്ട്, സംസാരിച്ചോളൂ. ഹലോ, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. എന്റെ മോള് ഫാത്തിമ BVS എന്നാണ് പേര്. ഓക്കെ. അപ്പം 1 മാസമായിട്ട് ഇതുവരായിട്ട് പീരിയഡ്സ് ആയില്ല. എത്ര വയസ്സുണ്ട് മോക്ക്? മോക്ക് 1 തീയതി ആയപ്പോ 16 പൂർത്തിയായി, 17 തുടങ്ങി. ഓക്കെ, ശരി. പഠിക്കുവാണോ മോള്? പഠിക്കുക. അപ്പൊ ഇടവിട്ടാണ് ഈ പീരിയഡ്സ് ഉണ്ടാവുന്നത്. മോളുടെ വെയിറ്റ് എത്രയുണ്ട് ഏകദേശം? മോള് വെയിറ്റ് 152. ചേച്ചി വെയിറ്റിന്റെ കാര്യം വെയിറ്റ് വണ്ണം വെയിറ്റ് കുറവാണ്ടേ? തിട്ടവില്ല. ഓക്കെ, ശരി. അപ്പൊ പീരിയഡ്സ് വരാനുള്ള ഗുളിയാണോ വേണ്ടത് ജാസ്മിന്? പീരിയഡ്സ് വരാനുള്ള എന്നാ വന്നെന്ന് പറഞ്ഞത്? കഴിഞ്ഞ മാസം 15 വന്നത്. അപ്പൊ അതിന്റേതായ ഗുളികൾ വാങ്ങിക്കാൻ കിട്ടും. ഗുളിക ഇതിൽ കൂടെ പറയാൻ പറ്റുമോ? ടാബ്ലറ്റ്സ് പറയാമോ? അതിന്റെ ഗുളികളുണ്ട്. രജിസ്ട്രോൺ 5 മില്ലിഗ്രാം രാവിലെ 1 രാത്രി 1 അങ്ങനെ 5 ദിവസം കൊടുത്തു കഴിഞ്ഞ് നിർത്തി കഴിഞ്ഞാൽ 2 ആഴ്ച. 16 വയസ്സിന്റെ ഇഞ്ചക്ഷൻ എടുത്തിട്ടില്ല. ഓക്കെ, ശരി. അതും എടുപ്പിച്ചോളാം, കുഴപ്പമില്ല. അത് എടുക്കാവല്ലോ. മേഡത്തിനെ എന്നെ അറിയാം. എന്റെ പ്രസവം എടുത്തത് മേഡവാ. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ. അപ്പം മോളുടെ ഇച്ചിരി എക്സർസൈസ് ഒക്കെ പഠിക്കുന്ന കുട്ടിന്നല്ലേ പറഞ്ഞു? എത്ര പഠിക്കുക മോള്? പിന്നെ രാവിലെ എക്സർസൈസിന് പോകും. വെരി ഗുഡ്. ശരി, നന്നായി. സ്കിപ്പിംഗ് നല്ലതാണ്, ഡാൻസിങ് നല്ലതാണ്, പിന്നെ അതുപോലെ തന്നെ ഓട്ടം നല്ലതാണ്. ഓട്ടം നല്ലതാണ്. ഒരു 30-45 മിനിറ്റിനിടയ്ക്ക് കുട്ടികൾ എക്സർസൈസ് ചെയ്തു കഴിഞ്ഞാൽ തന്നെ പീരീഡ് കറക്റ്റ് ആയിട്ട്. പിന്നെ ഈ കുട്ടികളോടത്ത് കൃത്യമായിട്ട് പറയേണ്ടത് ഈ പെപ്സി, കോള അങ്ങനത്തെ കുറെ സാധനങ്ങൾ സ്കൂളിന്റെ വാതുക്കൽ ഇങ്ങനെ കൊണ്ടുവയ്ക്കും. അതൊന്നും വാങ്ങിച്ചു കുടിക്കത്തില്ല. പറയുന്നത് എനിക്ക് വയറ്റുവേദന ഒന്നും ഇല്ല എന്നാ പറയുന്നത്. വെളിയിൽ നിന്ന് ഹോട്ടൽ ഫുഡും കുറയ്ക്കണം. എന്ന് വെച്ചാൽ വറുത്തത്, പൊരിച്ചത്, ഹൈ കലോറി ഡയറ്റ് കുറയ്ക്കണം. മനസ്സിലായില്ലേ? അപ്പൊ തന്നെ ഇത് നിയന്ത്രിക്കാൻ പറ്റും. ആ ഗുളിക ഞാൻ പറഞ്ഞത് രജിസ്ട്രോൺ എഴുതി എടുത്തോ ജാസ്മിൻ? 5 മില്ലിഗ്രാം 5 മില്ലിഗ്രാം രാവിലെ 1 രാത്രി 1 5 ദിവസത്തേക്ക് 10 ഗുളിക മതി. അത് കഴിക്കുമ്പോ തന്നെ പീരീഡ് വരും കേട്ടോ. എനിക്ക് പീരീഡ്സ് ആവുന്നെന്ന് പറഞ്ഞാൽ തലവേദനയാ വരുന്നത്. നമുക്കും ഉണ്ടോ PCOD? ഉണ്ട്. ഇത് തലവേദന ഇതിന്റെ ഒരു ലക്ഷണമാണ്. തലവേദന കാരണം പ്രായമായവരിൽ ഇത് വണ്ണക്കൂടുതലും ബാക്കി ഹോർമോണിന്റെ ഇംബാലൻസ് കൊണ്ട് തലവേദന, ഉറക്കക്കുറവ്, ക്ഷീണം, തളർച്ച, അനീമിയ, മുട്ടുവേദന, കാലുവേദന അങ്ങനെ പല പ്രശ്നങ്ങളിലോട്ട് ഇത് പോകും. അപ്പൊ അമ്മയും മോളും കൂടെ ഒന്നിച്ച് നടക്കാൻ പോയാൽ മതി. അമ്മയും മോളും കൂടെ രാവിലെ ഒരു 30-45 മിനിറ്റ് ആ മൈതാനത്ത് നടക്കാൻ പോയാൽ മതി. അത് നല്ല സ്പീഡിൽ നടക്കണം. നമ്മൾ വേർക്കണം, ബോഡി വേർക്കണം, എന്നാലേ ഇതിനൊരു ഇഫക്റ്റ് കിട്ടത്തുള്ളൂ. ഓക്കെ ചേച്ചി, വിളിച്ചതിൽ സന്തോഷം. ഡോക്ടർ, നമുക്ക് മറ്റൊരു കോള് കൂടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഹലോ. നമസ്കാരം. ഓക്കെ ചേച്ചി, ഡോക്ടറുണ്ട്, സംസാരിച്ചോളൂ. ഹലോ. ഗുഡ് ഈവനിങ്, പറഞ്ഞോളൂ. ഡോക്ടർ, എനിക്ക് വേണ്ടിട്ട് ഞാൻ വിളിച്ചതാണ് കേട്ടോ. പറയാം. എനിക്കിപ്പോ 34 വയസ്സാവാറായി. അപ്പം എനിക്കാണെങ്കിൽ പീരീഡ്സിന്റെ ഡേറ്റ് വരുമ്പം സാധാരണ 28 ദിവസം പീരീഡ്സ് ഡേറ്റ് ആവുന്നതായിരുന്നു. അത് ഇപ്പം കഴിഞ്ഞ 2 മാസമായിട്ട് എനിക്ക് ഡേറ്റ് തെറ്റിയാ വരുന്നത്. 22 ദിവസം 23 ദിവസമൊക്കെ ആവുമ്പോഴാണ് വരുന്നത്. നേരത്തെ വരുന്നു അല്ലേ? എന്താ ഡോക്ടർ? നേരത്തെ വരുന്നു അല്ലേ? നേരത്തെ വരുന്നു. അത് മാത്രമല്ല, അതിന് 2 ആഴ്ച മുമ്പ് തൊട്ട് വയറ്റിനകത്ത് വേദന, പിന്നെ വയറ് പുകച്ചില്, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ വരുന്നുണ്ട്. സ്കാൻ വല്ലതും എടുത്തിട്ടുണ്ടോ ഈ ഇടയ്ക്ക്? ഇല്ല, ഈ ഇടയ്ക്ക് സ്കാനിങ് ഒന്നും എടുത്തിട്ടില്ല. വയറുവേദനയൊക്കെ ഉണ്ടെങ്കിൽ ഈ പ്രായത്തിലൊന്ന് സ്കാൻ എടുത്ത് നോക്കുന്നത് നല്ലതായിരിക്കും. ഇനി PCODയുടെ കൂടെ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ അതിനകത്തുണ്ടോ എന്നുള്ളത് അറിയാനായിട്ട് സ്കാൻ എടുക്കുന്നത് നല്ലതാണ്. ഒന്ന് എടുത്ത് നോക്കുന്നത് നല്ല. മൂത്രം ഒഴിക്കുമ്പോ വേദനയോ അങ്ങനെയൊന്നും ഇല്ലല്ലോ? എന്തോ മാഡം? യൂറിൻ പാസ് ചെയ്യുമ്പോ പെയിനോ അങ്ങനെയൊന്നും ഇല്ലല്ലോ? ഇല്ല, അതൊന്നുമില്ല. ഈ വയറ്റിനകത്ത് പുകച്ചില് പോലെ വരും ഇടയ്ക്കിടയ്ക്ക്.
വയറിന്റെ ഏത് ഭാഗത്തായിട്ടാ പോച്ചിൽ വരുന്നേ? വലത്തെ സൈഡിലായിട്ട്. വലത്തെ സൈഡിൽ. ഒന്ന് സ്കാൻ എടുത്തോളൂ, അതായിരിക്കും നല്ലത്. അത് കഴിഞ്ഞിട്ട് ഒരു ഡോക്ടറെ കണ്ട് ട്രീറ്റ്മെന്റ് എടുക്കുന്നതായിരിക്കും ഉചിതം. ഓക്കെ ഡോക്ടർ. ഓക്കെ, ശരി. ഓക്കെ, താങ്ക് യു. ഡോക്ടർ, നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് മെന്റൽ ഹെൽത്തിനെ കുറിച്ചാണ്. അപ്പോൾ കുട്ടികൾക്ക് ഇപ്പൊ ചെറിയ കുട്ടികൾക്ക് തന്നെ ഇങ്ങനെ പ്രശ്നം നേരിടുമ്പോൾ, അപ്പോൾ ഒരു പ്രായം എത്തുമ്പോൾ ഗർഭം ധരിക്കാൻ സാധിക്കുന്നില്ല, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് നിരവധി പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കൗൺസിലിംഗ് മൂലം ഇതിനൊരു പരിഹാരം കൊടുക്കാൻ സാധിക്കുമോ? കൗൺസിലിംഗ് മൂലം മാത്രം ഇതിന്റെ പരിഹാരം കിട്ടത്തില്ല. അതിന്റെ മെയിൻ പരിഹാരം എന്ന് പറഞ്ഞാൽ ജീവിത ശൈലിയിൽ നമ്മൾ വ്യത്യാസം വരുത്തിയേ പറ്റൂ. നമ്മുടെ ജീവിത ശൈലി വ്യത്യാസം വരുത്തണം, വ്യായാമം വേണം. പിന്നെ ഇൻഫെർട്ടിലിറ്റി ആണ് ഇഷ്യൂ എങ്കിൽ അത് 2 കൊല്ലം, ഇപ്പൊ കല്യാണം കഴിഞ്ഞിട്ട് 2 കൊല്ലം, സാധാരണ 10% വെയിറ്റ് കുറയുമ്പോ തന്നെ ഓവുലേഷൻ നടക്കും. മനസ്സിലായില്ലേ? 5 to 10% വെയിറ്റ് റിഡക്ഷൻ വരുമ്പോ തന്നെ ഓവുലേഷൻ നടക്കും. അതും നടന്നില്ലെങ്കിൽ മാത്രം, നടന്നു കഴിഞ്ഞാൽ പ്രഗ്നന്റ് ആവണമല്ലോ, വേറെ പ്രോബ്ലം ഒന്നും ഇല്ലെങ്കിൽ. അങ്ങനെയെങ്കിൽ മാത്രം നമ്മൾ ഡോക്ടറെ കാണുന്നു. ഡോക്ടറെ കാണുമ്പോഴത്തേനും അവർക്ക് ഓവുലേഷൻ നടന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഓവുലേഷൻ ഇൻഡ്യൂസിങ് ഡ്രഗ്സ് കൊടുക്കും. അതായത് ആദ്യം ക്ലോമിഫീന ഫസ്റ്റ് ഡ്രഗ്, അതോ ലെട്രസോളോ കൊടുക്കാം. അതിന്റെ കൂട്ടത്തിൽ ഇൻസുലിൻ സെൻസിറ്റൈസേഴ്സ് കൂടെ നമ്മൾ ഓവർ വെയിറ്റ് ഉള്ളവർക്ക് ആഡ് ചെയ്യും. മെറ്റ്ഫോമിൻ എന്നൊക്കെ പറഞ്ഞു. അതില് മിക്കവർക്കും ഓവുലേഷൻ നടക്കും. നമ്മള് സ്കാൻ നമ്മള് പീരീഡായി 10th തൊട്ട് നമ്മള് ഒന്നിടവിട്ടോ 2 ദിവസം വിട്ടോ നമ്മൾ ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് ഓവുലേഷൻ നമുക്ക് മനസ്സിലാവും. ഇതിലും റെസിസ്റ്റന്റ് ആയിരിക്കും. അങ്ങനെയുള്ളവർക്ക് നമ്മൾ ഇഞ്ചക്ഷൻസിലോട്ട് പോകും. ഇഞ്ചക്ഷൻ എന്ന് പറഞ്ഞാൽ FSH അങ്ങനത്തെ 2-3 തരം ഇഞ്ചക്ഷൻസ് ഉണ്ട്, അത് കൊടുക്കും. മിക്കവരും അതിലൊക്കെ തന്നെ. അതും ഒന്നും ശരിയാകാത്തവർക്കാണ് നമ്മൾ വേറെ പരിപാടികളിലോട്ട്, ഇപ്പൊ IVF ഇത്യാദി ആ പരിപാടികൾ. നേരിട്ട് അതിനോട്ടൊന്നും പോകേണ്ട കാര്യമില്ല. നമ്മള് വെയിറ്റ് കുറച്ച് എക്സർസൈസും ചെയ്ത് നമ്മുടെ ആഹാര രീതി, ഈ PCODയുടെ പ്രശ്നം എന്ന് വെച്ചാൽ എപ്പോഴും ആഹാരം കഴിക്കണം എന്നുള്ള ഒരു ആഗ്രഹം. നമുക്ക് എപ്പോഴും ഭക്ഷണം കഴിക്കണം, എപ്പോഴും വിശപ്പാ, ഏത് നേരവും കഴിക്കണമെന്നൊരു ആഗ്രഹമാണ്. അത് ഓവർ ഈറ്റിംഗ് ആണ്. ആ ഓവർ ഈറ്റിംഗ് നമ്മൾ കുറച്ചേ വെക്കൂ. അതില് ഡയറ്റിന് തന്നെ പ്രത്യേകം ഭയങ്കര ഒരു റോളാ ഉള്ളത്. അപ്പൊ നമ്മള് ഡയറ്റില് നമ്മൾ പറയുന്നത് എങ്ങനെയാന്ന് വെച്ചാല് ഹെൽത്തി ഡയറ്റ് ആയിരിക്കും. ഈ ഹെൽത്തി ഡയറ്റ് ഫോർ PCOS എന്ന് പറയുമ്പോൾ അതിൽ കാർബോഹൈഡ്രേറ്റ് 40%, അത് 150 ഗ്രാം, ഒരു ദിവസം 150 ഗ്രാം കാർബോഹൈഡ്രേറ്റ് പറയുന്നത്. അത് ലോ ഗ്ലൈസീമിക് ഇൻഡെക്സ് ഉള്ള ഫുഡ് വേണം കഴിക്കാൻ. അതെന്ന് പറയുമ്പോ ബ്രാൻഡ്സ്, സീരിയൽസ്, സ്വീറ്റ് പൊട്ടാറ്റോ, മിൽക്ക്, സ്കിംഡ് മിൽക്ക്, ഓട്ട് മീല്, ഗ്രീൻ ലീഫി വെജിറ്റബിൾസ്, പച്ചക്കറികള്, ഫ്രഷ് ഫ്രൂട്ട്സ്, ഗ്രീൻ ലീഫി വെജിറ്റബിൾസ്. നമുക്ക് വീണ്ടും തുടരാം. അടുത്തൊരു കോള് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഹലോ, നമസ്കാരം. നമസ്കാരം. എന്റെ പേര് ബിജി എന്നാണ്. ഓക്കെ ചേച്ചി, ഡോക്ടർ ഉണ്ട്, സംസാരിച്ചോളൂ കേട്ടോ. ശരി. ഹലോ ഡോക്ടർ, എന്റെ മോക്ക് വേണ്ടിയാണ് ഞാൻ വിളിക്കുന്നത്. പറഞ്ഞോളൂ. മോക്ക് ഇങ്ങനെ PCOD ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ അവള് 1 വർഷം മുമ്പേ ഇങ്ങനെ ഉണ്ട്, ഡോക്ടറെ കാണിച്ച് ഗുളികയൊക്കെ കഴിച്ചുകൊണ്ടിരുന്നതാ. പക്ഷെ കഴിച്ചു കഴിഞ്ഞ് ഒരു 2-3 മാസമൊക്കെ ആകുമ്പോ ആവും. പക്ഷെ വീണ്ടും പഴയ കണക്ക് തന്നെ ആവാതങ്ങിയിരിക്കും. 3 മാസമൊക്കെ ആവാതിരിക്കും. വീണ്ടും ഗുളിക കഴിക്കുമ്പോ മാത്രം കഴിച്ച് നിർത്തി കഴിഞ്ഞ ഒരു 2-3 മാസം 1.5 മാസം കൂടുമ്പോഴൊക്കെ ആവും. അത് കഴിഞ്ഞ് പിന്നെ ആയുർവേദം കൊണ്ട് കാണിച്ച് അതും ഇതേ കണക്ക് തന്നെ. കഴിക്കുമ്പോ ഗുളിക കഴിച്ചുകൊണ്ടിരിക്കുമ്പോ ആവും. പിന്നെ അത് കഴിഞ്ഞ് ഡോക്ടർ 3 മാസത്തേക്ക് ഗുളിക തന്ന് അത് കഴിച്ച് കഴിഞ്ഞതിന് ശേഷം മോളൊരു 1.5 മാസം കൂടുമ്പോ ഇതിനൊക്കെ ആയിക്കൊണ്ടിരുന്നതാ. ഇപ്പം വീണ്ടും പഴയ കണക്ക് തന്നെ. ഇപ്പം എനിക്ക് തോന്നുന്നു ലാസ്റ്റ് ആയത് ഒരു മെയ് 5-ാം തീയതിയാ. മെയ് 5? ഈ മോക്ക് എത്ര വയസ്സുണ്ട്? മോക്ക് ഇപ്പൊ 19 വയസ്സ് കഴിഞ്ഞു. 20 വയസ്സാവാറായി. കല്യാണം കഴിപ്പിച്ചതാണോ? അല്ല. ഡിഗ്രിക്ക് പഠിക്കുമോ? മെയ് 5-നായെങ്കിൽ ജൂൺ 5, ജൂലൈ 5, ഓഗസ്റ്റ് 5, ഇപ്പൊ 3 മാസത്തിൽ കൂടുതലായല്ലോ. അപ്പൊ പീരിയഡ്സ് വരുത്താനുള്ള ഗുളിക അത്യാവശ്യം വാങ്ങിച്ചു കൊടുക്കണം. കാരണം എന്ന് വെച്ചാല് ഇത്
കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ഗർഭപാത്രത്തിന്റെ ഭിത്തിക്ക് കട്ടി കൂടുകയും അത് അതിന്റേതായ അനന്തരഫലങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും. അവള് സ്കിപ്പ് ചെയ്യേ ഡോക്ടർ പറഞ്ഞായിരുന്നു ഇങ്ങനെ എക്സസൈസ് ചെയ്യണമെന്ന്. അധികം തടിയൊന്നുമില്ല. അപ്പം ഡോക്ടർ പറഞ്ഞു തടിയൊക്കെ കുറവാണല്ലേ എന്ന് പറയുകയും ചെയ്തു. പക്ഷെ സ്കിപ്പ് ചെയ്യാൻ പറഞ്ഞു. അവളിങ്ങനെ സ്കിപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷെ എന്നിട്ടും ഇപ്പൊ 3 മാസം കൊണ്ട് ആവുന്നില്ല. PCOD ഉണ്ടെന്ന് പറഞ്ഞ് എല്ലാം ടെസ്റ്റ് ചെയ്തതും എല്ലാ ആയുർവേദവും കഴിച്ചു, ഇംഗ്ലീഷ് മരുന്നും കഴിച്ചു. നിർത്തി കഴിയുമ്പോൾ ഒരു 1.5 മാസം കൂടുമ്പോൾ ആയിക്കൊണ്ടിരുന്ന എക്സസൈസ് ചെയ്ത് അങ്ങനെയുള്ള ആഹാരങ്ങളൊക്കെ കഴിച്ച് മധുരവും എല്ലാം മാറ്റി വെച്ച് കഴിച്ചുകൊണ്ടിരുന്നു. പക്ഷെ വീണ്ടും ഇപ്പൊ ഒരു 3 മാസം കൊണ്ട്. അപ്പൊ നമ്മള് മെഡിക്കൽ സ്റ്റോറിൽ ചെന്ന് ചോദിച്ചാൽ അങ്ങനെ തരുമോ ഗുളിക? ഈ മോക്ക് എത്ര വെയിറ്റ് ഉണ്ട്? വെയിറ്റ് എത്രയുണ്ട്? മോക്ക് ഒരു 49 കിലോ ആണ്. 162 സെന്റിമീറ്റർ ആണ് നീളം. ആണോ? അപ്പം ഈ സ്കാൻ എടുത്തപ്പോ മൾട്ടിപ്പിൾ ഓവറിയിൽ ഇഷ്ടംപോലെ സിസ്റ്റുകൾ ഉണ്ടായിരുന്നോ? മറ്റൊരു കുഴപ്പവും ഇല്ലെന്ന് പറഞ്ഞു. ഒന്നുമില്ല. ഈ PCODയുടെ മുഖത്തൊക്കെ ഇങ്ങനെ ചെറിയ രോമം പോലൊക്കെ അത് ലീൻ PCOD. 2 തരം ഉണ്ട് PCOD. ഒന്ന് സാധാരണ PCOD, ഒന്ന് ലീൻ PCOD. ലീൻ PCOD ഭയങ്കര പാടാണ് ട്രീറ്റ്മെന്റ് ചെയ്യാനായിട്ട്. ട്രീറ്റ് ചെയ്താൽ അത് റെസ്പോൺസ് കുറവാണ് ആ ലീൻ PCODക്ക് എന്ന് പറഞ്ഞാൽ ട്രീറ്റ്മെന്റ് ഇല്ലാതെ ഒരു അവസ്ഥ വരരുത്, എടുക്കണം. പ്ലസ് ഇപ്പം വെയിറ്റ് കുറവാണെങ്കിൽ നമുക്കിപ്പോ വെയിറ്റ് കൺട്രോൾ ചെയ്യാൻ പറയാനൊക്കത്തില്ല. വെയിറ്റ് ആവശ്യത്തിനുള്ള വെയിറ്റ് നമുക്ക് വേണം. 49 കിലോ, 162 സെന്റിമീറ്റർ നീളം ഉണ്ടാവും. 162. അപ്പൊ അതിൽ കൂടുതൽ വെയിറ്റ് ആവശ്യത്തിനുള്ള ഫുഡ് കൊടുക്കുക. ഫുഡിൽ നിയന്ത്രണം വേണ്ട. ഇച്ചിരിയുടെ വെയിറ്റ് വന്നാലും കുഴപ്പമില്ല. പക്ഷെ പീരീഡ് കറക്റ്റ് ആയിട്ട് വരാനായിട്ട് 3 മാസം കൂടുമ്പോഴെങ്കിലും ഗുളിക വാങ്ങിച്ചു കൊടുത്ത് പീരീഡ്സ് വരുത്തണം. അപ്പൊ നമ്മള് മെഡിക്കൽ സ്റ്റോർ ഇനി ഡോക്ടറെ ഗൈനക്കോളജിസ്റ്റിനെ പോയി കാണേണ്ട കാര്യം ഉണ്ടോ ഡോക്ടറെ? അതോ നമ്മളിത് ഇങ്ങനെ ആവാൻ വേണ്ടി മേടിച്ചു കൊടുത്താൽ മതിയോ? ബാക്കി ബ്ലഡ് ടെസ്റ്റുകളെല്ലാം ചെയ്തതാണോ? എല്ലാം ചെയ്ത് സ്കാൻ ചെയ്യിപ്പിച്ചാണ്. പിന്നെ ബ്ലഡ് ടെസ്റ്റ് എല്ലാം ചെയ്തിട്ട് ഇത് മാത്രമേ കുഴപ്പമുള്ളൂ എന്നാണ് ഞങ്ങളുടെ പറഞ്ഞു. ഷുഗറോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല? വേറെ ഒന്നും ഇല്ലെന്ന് പറഞ്ഞു. മധുരം കുറയ്ക്കണം, അങ്ങനെ മധുരമുള്ള ആഹാരങ്ങളും അല്ലാതെ വറുത്തത് അങ്ങനെയുള്ള ആഹാരങ്ങൾ കഴിക്കരുത്, സ്കിപ്പ് ചെയ്യാൻ പറഞ്ഞ്. പിന്നെ ഈ തടി കൂടാതെ നോക്കിയാൽ മതി. ഇതിപ്പോ ആവശ്യത്തിനുള്ളതേ ഉള്ളെന്ന് പറഞ്ഞു. അതെ, ഇപ്പൊ ഇത് ഓവർ വെയിറ്റ് എന്ന് പറയാനൊക്കത്തില്ല. ആവശ്യത്തിനുള്ള വെയിറ്റേ ഉള്ളൂ. പക്ഷെ വെയിറ്റ് ഇനി കുറയണ്ട. കാരണം 49 കിലോ 162 സെന്റിമീറ്ററിന് കുറവാണ്, ഇച്ചിരി കുറവാണ്. ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് കൊടുക്കണം. നോക്കൂ, നമ്മൾ സാധാരണ കൊടുക്കുന്ന പോലെ നമ്മളിപ്പോ ഒരുപാട് കഴിക്കും, പക്ഷെ അതിൽ ന്യൂട്രീഷൻ കുറവാണ്. കിട്ടിയോ? കുറച്ച് അയൺ ഗുളിയൊക്കെ HB ഒക്കെ നോക്കിയതാണോ? അയൺ ഗുളിക തന്നതാണ് ഡോക്ടർ. പിന്നെ അത് കഴിഞ്ഞ ശേഷം ഇതിന്റെ ഈ ഹോർമോൺ ഇതാവാൻ വേണ്ടി കറക്റ്റ് ആവാൻ വേണ്ടിയാണെന്ന് പറഞ്ഞാൽ 3 മാസം ഞങ്ങൾക്ക് ഗുളിക തന്നത്. അത് കഴിച്ചതിന് ശേഷമാണ് 1.5 മാസം കൂടുമ്പോഴാണ് ആവുന്നത്. സ്കിപ്പിംഗ് ചെയ്യുന്നുണ്ട്. അപ്പൊ 49 കിലോ ഉണ്ടോന്ന് എനിക്ക് സംശയമുണ്ട്. അതിനും വെയിറ്റ് കുറവാണെന്ന് തോന്നുന്നു. ഓക്കെ, ശരി. അപ്പൊ തൽക്കാലം ഇപ്പൊ 3 മാസത്തിൽ കൂടുതൽ പീരീഡ് ആയതുകൊണ്ട് പീരീഡ് വരുത്താനുള്ള ഗുളിക വാങ്ങിച്ചു കൊടുക്കൂ. പ്ലസ് HB ഒന്ന് നോക്കണം. HB കുറവാണെങ്കിൽ അയൺ ഗുളിക കൊടുക്കണം. പിന്നെ ഫർദർ ട്രീറ്റ്മെന്റ് എങ്ങനെയാന്നുള്ളത് വെച്ചാൽ അത് ഡോക്ടറെ കാണണം. ഓക്കെ ശരി. നമ്മുടെ മുന്നത്തെ ശ്രോതാവ് പറഞ്ഞതുപോലെ ഇപ്പോൾ PCOD വന്നു കഴിഞ്ഞാൽ ഡയറ്റിന്റെ കാര്യങ്ങൾ പറഞ്ഞു, ഒഴിവാക്കേണ്ട ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് കഴിക്കാൻ പറഞ്ഞു. അപ്പൊ ഡയറ്റിന്റെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഡോക്ടർ. ഞാൻ പറഞ്ഞല്ലോ, കാർബോഹൈഡ്രേറ്റ് 40%. നമ്മൾ എടുക്കുന്ന ഫുഡില് 40% കാർബോഹൈഡ്രേറ്റ്സ്. പിന്നെ ഫൈബേഴ്സ് 30 ഗ്രാം ഒരു ദിവസം എടുക്കേണ്ട. അതില് വീറ്റ് എന്ന് പറഞ്ഞാൽ ഗോതമ്പ്, പിന്നെ റൈ, ഓട്സ്, അതെല്ലാമാണ് ഫൈബർ ഉണ്ടാവുന്ന ഭക്ഷണം. പിന്നെ നമുക്ക് എടുക്കേണ്ട സാച്ചുറേറ്റഡ് ഫാറ്റ് എപ്പോഴും 10% താഴെ എടുക്കാൻ പറ്റും. മൊത്തം ഫാറ്റ് 25 to 30%, അതായത് 40 മുതൽ 50 ഗ്രാം ഒരു ദിവസം എടുക്കാവുന്നത്. അതിൽ സാച്ചുറേറ്റഡ് ഫാറ്റ് 10% താഴെ എടുക്കാവൂ. അതിൽ കൂടുതലും നമുക്ക് കഴിക്കാവുന്നത് omega-3 ഫാറ്റി ആസിഡ്സ് ഉള്ള ഫിഷ് ഐറ്റം, മാക്രിൽ എന്ന് പറഞ്ഞാല് അയല, പിന്നെ മത്തി, ചൂര, അങ്ങനത്തെയൊക്കെ omega-3 ഫാറ്റി ആസിഡ് ഉള്ള ഭക്ഷണങ്ങൾ. അത് വറുക്കാതെ കറി വെച്ച് കൊടുക്കാമല്ലോ. പിന്നെ നട്ട്സ്, കപ്പലണ്ടിയൊക്കെ, അതിനൊന്നും വലിയ വിലയൊന്നുമില്ല. അത് ഡെയിലി ഒരു കൈപ്പിടി കപ്പലണ്ടി കഴിക്കാം. ഫ്ലാക്സ് സീഡ്സ്, പിന്നെ മോണോ അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ്, പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് നമ്മൾ കുറയ്ക്കണം. അത് കുറയ്ക്കണം. എന്നിട്ട് ഇനി പ്രോട്ടീൻസ് 30%, 30%, അതായത് 100 മുതൽ 110 ഗ്രാം ഒരു ദിവസം കഴിക്കാവുന്നത്. അതില് ലീൻ പ്രോട്ടീൻ അതിൽ ലോ ഫാറ്റ് കണ്ടന്റ് ആണ്. ലീൻ പ്രോട്ടീൻ അത് എന്ന് വെച്ചാൽ ചിക്കൻ, ഫിഷ്, യോഗട്ട്, മനസ്സിലായില്ലേ? ഈ മട്ടണും മറ്റേ പോർക്ക്, പിന്നെ ബീഫ്, അതൊക്കെ ഭയങ്കര
ഈ അസുഖത്തിന് ശരിയായ ആഹാര രീതി അല്ല. ഓക്കെ ഓക്കെ. പിന്നെ ബേക്കറി സാധനങ്ങൾ അതൊട്ടുമല്ല. ഓക്കെ ഡോക്ടർ, അപ്പോൾ നമുക്ക് അടുത്തൊരു കോള് കൂടെ എത്തിയിട്ടുണ്ട്. ഹലോ ഹലോ, നമസ്കാരം. ഡോക്ടർ, ഞാൻ മോൾക്ക് വെച്ച് വിളിക്കുന്നത്. പിന്നെ മോക്കാണെങ്കിൽ 20 വയസ്സുണ്ട്. മോക്കെന്നെങ്കിൽ പിന്നെ പീരീഡ്സ് ആകുമ്പോഴങ്ങനെ ബ്ലീഡിങ് ഇല്ല. 2 ദിവസം കഴിയുമ്പോഴത്തേനും ഇതാവും നിക്കുന്ന. അത് പ്രായമായ അപ്പൊ തൊട്ടേ ഇങ്ങനെയാണോ? അല്ലല്ല, ഇപ്പം 1 വർഷം കൊണ്ടാ ഇങ്ങനെ. ഇപ്പൊ ഈ ഇടയ്ക്ക് അങ്ങനെ വണ്ണം കൂടുതൽ വെച്ചോ മോള്? എന്തോ കേൾക്കാൻ വയ്യ. ഈ ഇടയ്ക്ക് വണ്ണം കൂടുതൽ വെച്ചതുപോലെ തോന്നുന്നുണ്ടോ? ഇല്ല, അങ്ങനൊന്നും ഇല്ല, നോർമലാണ്. കല്യാണം കഴിഞ്ഞ മോളാണോ? അല്ലല്ല, കല്യാണം കഴിച്ചില്ല. മോള് LLB പഠിക്കുന്നത്. LLB പഠിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ ഡോക്ടറെ, അവരെ ഹോസ്റ്റലിലുള്ള പിള്ളേർക്കെല്ലാം PCOD ഉണ്ടെന്ന് പറയുന്നേ. ഇനി അതിൽ നിന്നങ്ങനെ കുഞ്ഞിനിങ്ങനെ ഉണ്ടാവോ? അങ്ങനെ പകരുന്ന അസുഖമല്ല ഇത്, ഒരു കാരണവശാലും പകരുന്ന അസുഖമല്ല ഇത്. നമ്മുടെ ജീവിതശൈലി രോഗത്തിൽ വരുന്ന ഒരു കാറ്റഗറിയിൽ വരുന്നതാണ്. അത് പകരുന്നില്ല. അങ്ങനത്തെ ഒരു തെറ്റിദ്ധാരണയോ അങ്ങനത്തെ ഒരു തെറ്റായ ഒരു ഇത് വേണ്ട. അങ്ങനെ ഡോക്ടർ, പകരുന്നല്ല പറഞ്ഞത്, ഫുഡിൽ നിന്നുണ്ടാവുന്നതാണോന്നാ ചോദിച്ചത്. ഫുഡിൽ നിന്നുണ്ടാവുന്നതാണോ എന്ന് ചോദിച്ചാൽ നമ്മുടെ ഹെൽത്തി ഫുഡ് അല്ല എന്നുണ്ടെങ്കിൽ ഇത് ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. നമ്മുടെ സാധാരണ വീട്ടിലും ഉണ്ടാക്കുന്ന ഫുഡിന് വലിയ കുഴപ്പം വരത്തില്ല. ഹോസ്റ്റലിലൊക്കെ അവര് ഈ കുട്ടികൾ പുറത്തുനിന്നൊക്കെ വറുത്തതും പൊരിച്ചതും ഒക്കെ കഴിക്കുന്നേ. ഹോസ്റ്റൽ ഫുഡെന്ന് പറഞ്ഞാലും അവര് വിശക്കുമ്പോൾ പോയി ബേക്കറിയിൽ നിന്ന് വറുത്തത് പൊരിച്ചത്, പിന്നെ ഡ്രിങ്ക്സ് ഐറ്റം, അതായത് സോഫ്റ്റ് ഡ്രിങ്ക്സ്, ജങ്ക് ഫുഡ്സ് ഒത്തിരി അവര് കഴിക്കും. അത് നമ്മൾ അറിയുന്നില്ല. ഒരു വിശപ്പ് അടക്കുന്ന പൊട്ടറ്റോ ഫ്രൈ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ശരിക്കും ആദ്യമൊക്കെ കുറച്ച് കഴിക്കുമ്പോൾ അധികം അറിയത്തില്ല. ഇത് കണ്ടിന്യൂ അതൊരു ഹാബിറ്റ് ആകുമ്പോൾ പെട്ടെന്ന് തന്നെ അതിൻ്റെതായ ചേഞ്ച് നമ്മുടെ ബോഡിയിൽ വരും. ഒന്ന് കാണിക്കുന്നത് നല്ലതാണ്. കാരണം എന്ന് വെച്ചാൽ ഇത് എന്തുകൊണ്ടാണെന്നുള്ളത് അറിയണമല്ലോ. മനസ്സിലായി. ഇനി ചിലപ്പം HB കുറവായിട്ടാണോ? അങ്ങനെയാണെങ്കിലും ബ്ലീഡിങ് കുറച്ചല്ലേ വരൂ. അതുകൊണ്ടാണോ? ഇനി PCODയുടെ ആരംഭം വല്ലതുമാണോ? നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും. ഓക്കെ ശരി. ഓക്കെ ചേച്ചി, വിളിച്ചതിൽ സന്തോഷം. ഡോക്ടർ, നമുക്ക് മറ്റൊരു കോള് കൂടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഹലോ ഹലോ, നമസ്കാരം. നമസ്കാരം. ഓക്കെ ചേട്ടാ, ഡോക്ടറുണ്ട്, സംസാരിച്ചോളൂ. എന്റെ പേര് ആനന്ദ്. എന്റെ ഒരു ഫ്രണ്ടിന് ഈ കൊറോണ സമയത്ത് പുള്ളി ഈ ആയുർവേദ മരുന്നുകളെടുത്ത്, അപ്പം ബ്ലഡിന്റെ കൗണ്ട് കൂടി. ഇതിനു വേണ്ടി എടുത്തതാ, ഈ ഇമ്മ്യൂണിറ്റിക്ക് വേണ്ടി എടുത്തതാണ്. ബ്ലഡിന്റെ കൗണ്ട് എന്ന് ഉദ്ദേശിക്കുന്നത് എന്തോ, ഹീമോഗ്ലോബിൻ മാത്രമാണോ അതോ പ്ലേറ്റ്ലെറ്റ്സ് എല്ലാം കൂടിയോ? HB കൂടി. എത്രയായി ഇപ്പൊ HB? അത് പുള്ളിയെടുത്ത് ചോദിക്കണം, എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. ഇപ്പം പുള്ളി ബ്ലഡ് ഡ്രെയിൻ ചെയ്തോണ്ടിരിക്കുകയാണ്. അപ്പം കുറച്ച് പേർക്ക് ഡോക്ടർ പറഞ്ഞ് ബ്ലഡ് ഡ്രെയിൻ ചെയ്യാൻ പറഞ്ഞു. അപ്പൊ ഇങ്ങനെയുള്ള കണ്ടീഷനിൽ പുള്ളിക്ക് മീറ്റ് ഇറച്ചി കഴിച്ചാൽ അത് കൗണ്ട് കൂടത്തില്ലേ? ഇറച്ചിയൊക്കെ നമ്മൾ അനീമിക്കായിട്ടുള്ളവർക്കല്ലേ അധികം കൊടുക്കുന്നേ. ഇതിന് പ്രത്യേക, നിങ്ങള് ഏത് വിഭാഗത്തിലാ കാണിക്കുന്നത്? മനസ്സിലായി. മെഡിക്കൽ കോളേജിലാണോ കാണിക്കുന്നേ? പിന്നെ ബെൻസിയറിലാണോ? ഹിമറ്റോളജി വിഭാഗത്തിലാണോ കാണിക്കുന്നേ? സർജനെയാണോ കാണിക്കുന്നേ? അപ്പൊ സർജന്റെ ഒരു അഭിപ്രായം ഒന്ന് ചോദിച്ചോളൂ. ഇറച്ചിയൊന്നും കൊടുക്കേണ്ട കാര്യമില്ല. ഇപ്പം ബ്ലഡ് ഒരുപാടുണ്ടെങ്കിൽ പിന്നെ അത് നമ്മൾ സാധാരണ അനീമിക്കായിട്ടുള്ള ആൾക്കാർക്കാണ് നമ്മൾ ഇറച്ചിയുടെ കാര്യമൊക്കെ പറയുന്നത്. അതല്ല, ഇറച്ചി കഴിക്കുന്നത് കൗണ്ട് കൂട്ടുമോ? നമ്മുടെ ആഹാരത്തിൽ നിന്നാണല്ലോ ഇത് വരുന്നേ. മനസ്സിലായില്ലേ? ഓക്കെ ശരി. ഓക്കെ ചേട്ടാ, വിളിച്ചതിൽ സന്തോഷം. അപ്പോൾ പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിംഗ് പരിപാടിയാണ്. നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം സ്ത്രീകൾ നേരിടുന്ന PCOD എന്നൊരു രോഗലക്ഷണത്തെക്കുറിച്ചാണ്. അപ്പോൾ ഡോക്ടർ, നമ്മൾ ഈ ഡയറ്റിനെ കുറിച്ചായിരുന്നു സംസാരിച്ചുകൊണ്ടിരുന്നത്. പൊതുവായിട്ടും സാധാരണ ഒരു വെയിറ്റ് ലോസ് ചെയ്യാനായിട്ട് എളുപ്പമാണ്, എന്നാൽ പോലും PCOD ഉള്ള സ്ത്രീകൾക്ക് വെയിറ്റ് ലോസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അത് ഒന്ന് ത്വരിതപ്പെടുത്താൻ അല്ലെങ്കിൽ വെയിറ്റ് കുറയ്ക്കാൻ പറ്റിയ ഭക്ഷണങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെ ത്വരിതപ്പെടുത്തി വെയിറ്റ് കുറയ്ക്കാൻ ആരെ കൊണ്ടും പറ്റത്തില്ല. ദാറ്റ് വിൽ ടേക്ക് ടൈം.
അതിന് സമയം കൊടുത്തേ പറ്റൂ. ആദ്യം ചെറുതായിട്ട് എക്സർസൈസ് തുടങ്ങുക. ഒത്തിരി ഇപ്പൊ 100 കിലോ ഉള്ള ഒരു വ്യക്തിക്ക് പെട്ടെന്ന് 45 മിനിറ്റ് ഓടാൻ പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പൊ ആദ്യം കുറഞ്ഞ വെയിറ്റ് ഉള്ള ആൾക്കാണെങ്കിലും ഒരു 30 മിനിറ്റ് ഓടാൻ പറഞ്ഞാൽ ബുദ്ധിമുട്ട് വരും. ആദ്യം മൈൽഡായിട്ട് തുടങ്ങുക. ആദ്യം ഒരു 15 മിനിറ്റ് സ്ലോ വാക്കിംഗ്, പിന്നെ അതൊരു 20 മിനിറ്റ് ആക്കുക, ഇച്ചിരി കൂടെ സ്പീഡ് കൂട്ടുക, പിന്നെ അതൊരു 25 ആക്കുക, പിന്നെ അതൊരു 30 ആക്കുക. അങ്ങനെയല്ലേ പറ്റൂ. പിന്നെ ഡയറ്റിൽ ഈ പറഞ്ഞതുപോലെ നമുക്ക് ഈ പറഞ്ഞ പോലെ ലോ കലോറി ഡയറ്റ് എടുത്താൽ മതി, പ്രശ്നം തീരുന്നതേ ഉള്ളൂ. ലോ കലോറി ഡയറ്റ് എടുക്കുക. ഇതൊരു ലൈഫ് ലോങ്, അതായത് ടാബ്ലറ്റ്സ് ഒക്കെ കഴിക്കുന്നത് ജീവിത അവസാനം, അതായത് ചിലവർക്ക് ഈ ടാബ്ലറ്റ്സ് എടുക്കുമ്പോൾ ഒരു പ്രധാന പേടിയാണ്, ഇനി ഞാൻ ജീവിതത്തിൽ മൊത്തത്തിൽ ഈ ഒരു PCOD പ്രോബ്ലം ആയിട്ട് കൊണ്ട് നടക്കേണ്ടി വരുമോ എന്നൊരു അവസ്ഥ ഉണ്ടാവുമോ? ഇല്ല, നമ്മൾ ആദ്യം ടാബ്ലറ്റ്സ് അങ്ങനെ കൊടുക്കത്തില്ല, അൺലെസ് ഇറ്റ് ഈസ് ദാറ്റ് മച്ച് നീഡഡ്. അല്ലാതെ നമ്മൾ ആദ്യമേ പിടിച്ച് ഉള്ള ടാബ്ലറ്റ് എല്ലാം കൊടുക്കത്തില്ല. നമ്മൾ ടാബ്ലറ്റ് അധികവും ഇടുന്നത് ഇൻഫെർട്ടിലിറ്റി കേസ്, അനോവുലേഷൻ കേസ്, അതിനൊക്കെയാണ് കൂടുതൽ. അല്ലെങ്കിൽ ഇറഗുലർ പീരീഡ്സ്, ഓവർ ബ്ലീഡിങ് പീരീഡ്സ് വരുത്താൻ, അതിനൊക്കെ നമ്മൾ ഇടാറുള്ളൂ. അതങ്ങനെ ലൈഫ് ലോങ് ആയിട്ടൊന്നും ഇടാറില്ല. അത് ഇപ്പം നമ്മൾ കുറച്ച് 1 മാസം അല്ലെങ്കിൽ 2 മാസം ഇട്ടു, അപ്പൊ തന്നെ എക്സസൈസ് സ്റ്റാർട്ട് ചെയ്തു, അത് തന്നെ കണ്ടിന്യൂ ചെയ്തു, വെയിറ്റ് കുറഞ്ഞു. ഓരോ മാസം 2 കിലോ വെച്ച് നമുക്ക് ഈസി ആയിട്ട് കുറയ്ക്കാവുന്നതേ ഉള്ളൂ. അത് വലിയ നിരവധി പേര് പറഞ്ഞു കേട്ടിട്ടുണ്ട് ഒരുപാട് പാടാണ് ഈ ഒരു വെയിറ്റ് കുറയ്ക്കാൻ, അതിൽ കുറയുന്നില്ല എന്നുള്ള ഒരുപാട് പ്രശ്നങ്ങൾ. നമ്മുടെ ശരീരമാണ്, നമ്മുടേതാണ്, അസുഖം നമുക്കാണ് വരുന്നത് എന്നുള്ള പൂർണ്ണമായ ബോധമുണ്ടെങ്കിൽ നമ്മളത് ചെയ്യും, ചെയ്തേ പറ്റൂ. അത് ചെയ്ത് അത് നീട്ടി അത് കൊണ്ടുപോയി കഴിഞ്ഞാൽ പിന്നെ യോഗ നല്ലതാണ്. അതിൽ തന്നെ യോഗ, മെഡിറ്റേഷൻ, പിന്നെ അതുപോലെ തന്നെ മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് അതെല്ലാം ഇതിന് നല്ലതാണ്. പക്ഷെ എക്സർസൈസ് ചെയ്ത് വെയിറ്റ് കുറച്ചിട്ട് വേണം അതിലോട്ടൊക്കെ പോകാൻ. ആദ്യമേ കുറെ വലിയ യോഗ പോസ്റ്റേഴ്സ് ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ എല്ലായിടും ഉളുക്ക് വീഴും. അത് കാരണം ആദ്യം വെയിറ്റ് നല്ല ഭംഗിയായിട്ട്, ആദ്യത്തെ സ്റ്റെപ്പ് ഡോക്ടർ പറയുന്ന വെയിറ്റ് കുറയ്ക്കുക, അതിനുശേഷം യോഗയിലേക്ക് കിടക്കുക എന്നാണ് പറയുന്നത്. കുഞ്ഞു സ്റ്റെപ്സ് ആദ്യം എടുക്കുക, അത് പിന്നെ വലുതാക്കുക, പിന്നെ അത് യോഗയിലോട്ട് മുക്കുക. പ്ലസ് നമ്മുടെ ആഹാര രീതിയും കൊണ്ട് ആ കറക്റ്റ് വെയിറ്റിൽ നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റും. ഭയങ്കര പാടാണ്, എന്നിരുന്നാലും നമ്മൾ ചെയ്തല്ലേ പറ്റൂ. തീർച്ചയായും. ഡോക്ടർ, നമുക്ക് അടുത്തൊരു ചോദ്യത്തിലേക്ക് കിടക്കാം. പ്രധാനമായിട്ടും പ്രായം കൂടുന്തോറും ഈ ഒരു പ്രശ്നം സങ്കീർണമാകുമോ? പ്രായം കൂടുന്തോറും ഈ നമ്മുടെ അമിത ശരീരഭാരം നമ്മൾ നിയന്ത്രിച്ചില്ല, നമ്മുടെ PCOD നമ്മൾ കൺട്രോൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കൊറോണറി ഹാർട്ട് ഡിസീസ് അത് വരാനുള്ള സാധ്യതയുണ്ട്. ടൈപ്പ് 2 ഡയബറ്റീസ് അത് 6 മടങ്ങാണ്. അതിന്റെ ഡെത്ത് എന്ന് പറഞ്ഞാൽ 12 ടൈംസ് ആണ്, 12 ടൈംസ് ദാറ്റ് ഓഫ് നോർമൽ. പിന്നെ ടൈപ്പ് 2 ഡയബറ്റീസ് 5 ടൈംസ് കൂടുതൽ വരും. പിന്നെ ഈ സ്ലീപ്പ് അപ്നിയ ഞാൻ പറഞ്ഞല്ലോ 30 ടൈംസ് ആണത് നോർമലിൽ നിന്നും. പിന്നെ എൻഡോമെട്രിയോ ഹൈപ്പർപ്ലേസിയയും എൻഡോമെട്രിയൽ ക്യാൻസർ, അതിനോടനുബന്ധിച്ച് പാൻക്രിയാറ്റിക് ക്യാൻസർ, കൊളോറക്ടൽ എല്ലാം കൂടെ ഒന്നിച്ചു വരണമെന്നല്ല. ഇതെല്ലാം ഈ ഹൈപ്പർ ഈസ്ട്രോജനിക് സ്റ്റേറ്റും ഇൻസുലിൻ റെസിസ്റ്റൻസും നമ്മുടെ ബോഡിയിൽ ഈ കിടക്കുന്നത് കൊണ്ട് നമുക്കിതെല്ലാം, ബ്രസ്റ്റ് ക്യാൻസർ, പോസ്റ്റ് മെനോപോസലിൽ വരാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ ഈ സൈക്കോളജിക്കൽ പ്രോബ്ലംസ് വരാം. പിന്നെ നമ്മുടെ അരക്കെട്ടിലെ ആ വണ്ണം, അരക്കെട്ടിലെ സെൻട്രൽ ഒബീസിറ്റി, അത് വേസ്റ്റ് സർക്കംഫറൻസ് 88 സെന്റിമീറ്ററിൽ കൂടുമ്പോഴാണ് നമ്മളത് മെറ്റബോളിക് സിൻഡ്രോം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ BP 130/85 അതിൽ കൂടുമ്പോഴാണ് നമ്മൾ മെറ്റബോളിക് സിൻഡ്രോം എന്ന് പറയുന്നത്. ഇതെല്ലാം ഈ നേരത്തെ പറഞ്ഞ ഈ ഹൈപ്പർ ടെൻഷനും ഈ ടൈപ്പ് 2 ഡയബറ്റീസും എല്ലാം, ഈ ഡിസ്ലൈപ്പിഡീമിയ എല്ലാം ഈ മെറ്റബോളിക് സിൻഡ്രോമിന്റെ ഭാഗമാണ്. അപ്പം ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ കൂടുതലായിരിക്കും, മോർ ദാൻ 110 ആയിരിക്കും. ട്രൈഗ്ലിസറൈഡ്സ് LDL കൂടുതലായിരിക്കും, മോർ ദാൻ 150. HDL 50 താഴെ ആയിരിക്കും. അപ്പൊ നമ്മൾ ശരിക്കും അതുള്ള വ്യക്തികള് ഇയർലി, ആനുവലി ലൈപ്പിഡ് പ്രൊഫൈൽ ഒന്ന് നോക്കണം. ഇത് 75 ഗ്രാം ഗ്ലൂക്കോസ് കുടിച്ചിട്ടുള്ള OGTT എന്ന് പറയും, അത് നോക്കണം ആനുവലി. റിസ്ക് ഫാക്ടർ ഉള്ളവര് ആനുവലി ചെയ്യണം. പിന്നെ BMI നമ്മൾ 25 താഴെ കൊണ്ടുവരണം ആനുവലി. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഒബീസിറ്റി കൺട്രോൾ ചെയ്യണം, വെയിറ്റും അത് ചെയ്യണം. നമ്മളത് വി ഷുഡ് ബി ഓൺ ദ ലുക്ക് ഔട്ട് ഫോർ ഇതിങ്ങനെ എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ എന്നുള്ളത് നോക്കിക്കൊണ്ടേയിരിക്കും. ഇനി എൻഡോമെട്രിയൽ തിക്നെസ് കൂടുതലാണെങ്കിൽ അവര് ഇൻവേരിയബിളി ഇതിന് പോണം, പിപ്പല്ലെ ബയോപ്സിക്ക് പോണം.
ഇത് ഞാൻ പറയുന്നത് ഈ പെരിമെനോപോസൽ, പോസ്റ്റ് മെനോപോസൽ ഏജ് ഗ്രൂപ്പിലുള്ളവരുടെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. പിന്നെ സ്കാനിങ് അതിന് പോകണം. അപ്പോൾ ഇതുപോലെ തന്നെ യൂട്രസിനകത്ത് പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്? അതാ ഈ പറഞ്ഞത് എൻഡോമെട്രിയൽ ഹൈപ്പർപ്ലേസിയ. കാരണം ഈസ്ട്രോജന്റെ ലെവൽ കൂടുകയാണ്. ഈസ്ട്രോജൻ ആണല്ലോ എൻഡോമെട്രിയൽ ഹൈപ്പർപ്ലേസിയ ഉണ്ടാക്കുന്ന ഒരു കാര്യം. അത് കുറെ നാളാവുമ്പോ അത് എൻഡോമെട്രിയൽ ക്യാൻസറിലോട്ട് മാറും. അത് ബാധിച്ചു കഴിഞ്ഞാൽ റിമൂവ് ചെയ്ത് കളയേണ്ടി വരുന്ന അത് എൻഡോമെട്രിയൽ ക്യാൻസർ. എൻഡോമെട്രിയൽ ഹൈപ്പർപ്ലേസിയ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇതെടുത്ത് പരിശോധനയ്ക്ക് വിടും. അതിൽ എറ്റിപ്പിക്കൽ എൻഡോമെട്രിയൽ ഹൈപ്പർപ്ലേസിയ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഹിസ്റ്ററക്ടമിയിലോട്ട് പോകും, എറ്റിപ്പിക്കൽ ആണെങ്കിൽ. പിന്നെ സിമ്പിൾ ഹൈപ്പർപ്ലേസിയ അങ്ങനത്തെ അതാണെങ്കിൽ നമുക്ക് അകത്ത് മെറീനിയോ എന്തെങ്കിലും ഇട്ട് വിടാം. എന്നാലും അവര് 6 മാസം കൂടുമ്പോ ഇത് ചെയ്യണം. 6 മാസത്തിലൊരിക്കൽ എൻഡോമെട്രിയൽ ബയോപ്സി വേണം. മെറീനകത്ത് കിടക്കുവാണെങ്കിൽ പോലും എൻഡോമെട്രിയൽ ഹൈപ്പർപ്ലേസിയ എന്ന് കണ്ടു കഴിഞ്ഞാൽ 6 മാസത്തിലൊരിക്കൽ ചെയ്യണം. ടിപ്പിക്കൽ ആണെങ്കിൽ ഡയറക്റ്റ് ഹിസ്റ്ററക്ടമിക്ക്, ഫാമിലി എല്ലാം കംപ്ലീറ്റ് ആണെങ്കിൽ ഡയറക്റ്റ് ഹിസ്റ്ററക്ടമിയിലോട്ട് പോകണം. ഇപ്പോൾ ഡോക്ടർ, PCOD വന്നു കഴിഞ്ഞാൽ ഗർഭധാരണം പ്രശ്നമാണെന്ന് പറഞ്ഞു. ഈ ഒരു അവസ്ഥയിൽ തന്നെ ഗർഭം ധരിക്കുന്നവർക്ക് മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ട്? ഗർഭധാരണം സാധ്യതയുണ്ടോ അതിന്? ഗർഭധാരണത്തിന് സാധ്യതയുണ്ട്. വെയിറ്റ് കുറയ്ക്കുമ്പോ തന്നെ 10% വെയിറ്റ് കുറയുമ്പോ തന്നെ ഓവുലേഷൻ അവിടെ നടക്കുന്നുണ്ട്. ഉണ്ടെങ്കിൽ തന്നെ നടക്കുന്നുണ്ട്, ഓവുലേഷൻ നടക്കുന്നുണ്ട്. നമ്മൾ ഓവുലേഷൻ ഉണ്ടോന്ന് അറിയാനായിട്ട് നമ്മൾ സീരിയൽ അൾട്രാസൗണ്ട് ഇങ്ങനെ ചെയ്യുമല്ലോ. പിന്നെ അവർക്ക് അനോവുലേഷൻ ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഇൻസുലിൻ സെൻസിറ്റൈസേഴ്സും ഇടും, ക്ലോമിഫിൻ സിട്രേറ്റ് ഇടും, അതല്ലെങ്കിൽ ലെട്രോസോൾ ഇടും. അതല്ലെങ്കിൽ ഇതിലൊന്നിലും ഓവുലേഷൻ നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇഞ്ചക്ഷൻസ് ഉണ്ട്, അത് കൊടുക്കും. പിന്നെ ലീൻ PCOSന് നമ്മൾ ലാപ്രോസ്കോപ്പ് വഴി ഡ്രില്ലിംഗ് നടത്തും. ഈ ഡ്രില്ലിംഗ് എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? ഡ്രില്ലിംഗ് എന്ന് പറഞ്ഞാല് അതിന്റെ ആ വോളിയം കുറയ്ക്കാനാണ്. വോളിയവും കുറയ്ക്കണം. അതിന്റെ 10 cc ക്യൂബിക് സെന്റിമീറ്റർ 10 ക്യൂബിക് സെന്റിമീറ്റർ വരുമ്പോഴത്തേനുമാണ് ഇത് PCO എന്ന് പറയുന്നത്. അതിന്റെ വോളിയം കുറയ്ക്കാനായിട്ടും അതിലെ ഇൻസുലിൻ റെസിസ്റ്റൻസ് അങ്ങനെയാണല്ലോ വരുന്നത്. കാരണം ഈ ആൻഡ്രോജനിക് ടിഷ്യൂ, ഈ ഫോളിക്കിൾസിലുള്ള തീക്ക സെൽസ് പിന്നെ കൂടുതലായിട്ട് ആൻഡ്രോജൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പൊ അത് ഇല്ലാതാക്കണമെങ്കിൽ നമ്മളത് 4 പങ്ക്ചേഴ്സ് 4 സൈഡ്സ് അങ്ങനെ ഒരു കണക്കുണ്ട്. ആ കണക്ക് വെച്ച് ഒവേറിയൻ ഡ്രില്ലിംഗ്. പക്ഷെ ഇത് അധികവും നമ്മൾ ചെയ്യുന്നത് ലീൻ PCOS റെസ്പോണ്ട് ചെയ്യാത്തവർക്ക്, ട്രീറ്റ്മെന്റിന് റെസ്പോണ്ട് ചെയ്യാത്തവർക്കോ അല്ലെങ്കിൽ ഇതിനോടനുബന്ധമായിട്ട് വേറെ എൻഡോമെട്രിയോസിസോ അങ്ങനത്തെ എന്തെങ്കിലും ഇതുമായിട്ട് ഇത് ചേർന്ന് ഇതിനോടുകൂടെ ആ പേഷ്യന്റ് അതും കൂടെ ഉണ്ടെങ്കിൽ അപ്പൊ നമുക്ക് ഡയഗ്നോസ്റ്റിക് ആയിട്ട് അതും കാണാൻ പറ്റും. അതും നമുക്ക് കഴിക്കാൻ പറ്റും. പക്ഷെ ഓവറിയിൽ അധികം കയറി പണിയാതിരിക്കുക നല്ലത്. പണിഞ്ഞു കഴിഞ്ഞാൽ ഓവറിയുടെ നല്ല ഇത് അങ്ങ് പോകും, തിക്നെസ് പോവും. അധികം അതിൽ മാനിപ്പുലേഷൻ നടത്താതിരിക്കുക തന്നെയാണ് നല്ലത്. കാരണം പിന്നെ ഓവുലേഷന് പിന്നെ ബുദ്ധിമുട്ട് വരും. അതുകൊണ്ട് കഴിവതും ഇതിൽ തന്നെയൊക്കെ നിൽക്കുക. ഒട്ടും തീരെ റെസിസ്റ്റന്റ് ആയ കേസസിന് മാത്രമേ നമ്മൾ ചെയ്യാറുള്ളൂ. അല്ലെങ്കിൽ പേഷ്യന്റ് നമ്മളടുത്ത് വരാൻ ബുദ്ധിമുട്ടാണ്. ഇപ്പൊ ദൂരമുള്ള ഒരു പേഷ്യന്റാണ്. ഇപ്പൊ പേഷ്യന്റ് ഇപ്പം ഗൾഫിൽ പോവുകയാണ്, അവർക്ക് എപ്പോഴും ഡോക്ടറെ കാണാൻ വരാനൊക്കത്തില്ല. അങ്ങനെയൊക്കെയുള്ള കേസിലാണെങ്കിൽ വേണമെങ്കിൽ നമുക്ക് അതിനെപ്പറ്റി ആലോചിക്കാം. അതുപോലെ ഇപ്പോൾ നിരവധി കുട്ടികളിൽ ഈ ഒരു രോഗം കാണുന്നു. അതായത് ഒരു പ്രായം 13, ഞാൻ പറഞ്ഞതുപോലെ നേരത്തെ പറഞ്ഞു 13 വയസ്സെത്തുമ്പോഴാണ് ഒരു കുട്ടികളെല്ലാം പ്രായപൂർത്തിയാകുന്നത്. ആ ഒരു ടൈം തൊട്ടേ കുട്ടികളിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ കാണപ്പെടുന്നത്? അതാ പറഞ്ഞത്, അത് ജനറ്റിക് ഒരു എലിമെന്റ് കാണും. പിന്നെ ഈ ഓവർ വെയിറ്റും അതും എല്ലാം കൂടെ ചേർന്നിട്ടാണ്. ഇവരുടെ ഹൈപ്പർ ആൻഡ്രോജനിസത്തിന് നമുക്ക് ഇപ്പം സ്കിൻ വാക്സിങ്, അങ്ങനത്തെ ഇലക്ട്രോളിസിസ് അതൊക്കെ ഉണ്ട്. പിന്നെ അതല്ലാതെ തന്നെ ഇവർക്ക് ഈസ്ട്രോജന്റെ കൂടെ സൈപ്രോടെറോൺ അസിറ്റേറ്റ് അതുകൊണ്ട് ചേർന്ന ഒരു കോമ്പിനേഷൻ ഉണ്ട്, അത് കൊടുക്കാം. പിന്നെ അല്ലാതെ തന്നെ അത് ശരിയാകും ഏകദേശം. മറ്റെന്തെങ്കിലും തരത്തിൽ നമുക്ക് ഇതിനെ പ്രതിരോധിക്കാനായിട്ട് സാധിക്കുമോ? വേറെ പ്രതിരോധിക്കാൻ ഇപ്പം ഒരു അസുഖം വന്ന് നമ്മളൊരു വാക്സിൻ കൊടുത്ത് പ്രതിരോധിക്കുന്ന പോലെ അതിനെ അങ്ങനെ പ്രതിരോധ ശക്തി അങ്ങനെയുള്ള ഒരു മെക്കാനിസവും ഇല്ല. ഇതിന്റെ ആകെ പ്രതിരോധം നമ്മളുടെ ജീവിതശൈലി, നമ്മുടെ ആഹാര രീതി, നമ്മുടെ വ്യായാമം. ഇത് പൂർണ്ണമായിട്ട് ഒരു വ്യായാമവും ജീവിതശൈലി മാറ്റങ്ങളും കൊണ്ട് മാത്രമാണ് കാരണം പഴയ ആൾക്കാർക്ക് ഇതില്ലല്ലോ. പഴയ ആൾക്കാർ നമ്മൾ കേട്ട് കേൾവിയില്ലാത്ത ഒരു അസുഖം ഇപ്പോഴത്തെ ജനറേഷന്. കാരണം ഇവര് സ്കൂളിൽ പോകുന്നു, വരുന്നു, TV കാണുന്നു, വാട്സാപ്പിലിരിക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു, കിടന്നുറങ്ങുന്നു. അവർക്ക് ഇതില്ല, സ്പോർട്സോ ആക്ടിവിറ്റീസോ ഒന്നുമില്ല.
മനസ്സിലായില്ലേ? സ്പോർട്സ് അങ്ങനത്തെ ബോഡി എക്സേർട്ട് ചെയ്യുന്നതൊക്കെ ഇതിന് നല്ലത്. പെൺകുട്ടികളാണെങ്കിൽ അവർക്ക് പിന്നെ ഇതിന് പോവാം, ജിമ്മിൽ പോകാം, അല്ലെങ്കിൽ ഡാൻസിങ്ങിന് പോകാം, യോഗയ്ക്ക് പോകാം. ഇതെല്ലാം നല്ലതാണ്. സ്കിപ്പിങ്ങിന് പോകാം. ആൺകുട്ടികളാണെങ്കിൽ ഫുട്ബോൾ അങ്ങനത്തെ. ആൺകുട്ടികൾക്ക് ഇതിൽ വരുന്നില്ല, എന്നിരുന്നാലും. അതുപോലെ തന്നെ ലൈഫ് ലോങ് നമുക്ക് ഈ ഒരു പ്രശ്നം ബുദ്ധിമുട്ടാകും. ഇപ്പൊ നമ്മളിപ്പോ ഈ വിളിച്ച ശ്രോതാക്കൾക്കെല്ലാം കല്യാണത്തിന് മുമ്പുള്ള കുട്ടികളുടെ കാര്യങ്ങളാണ് നമ്മൾ കേട്ടത്. അപ്പൊ കല്യാണം കഴിഞ്ഞ് ഇങ്ങനെ ഒരു പ്രശ്നമാണെങ്കിൽ എന്തൊക്കെ നമുക്കതിന് ഒരു അഡ്വൈസ് കൊടുക്കാനായിട്ട് സാധിക്കും? കല്യാണം കഴിഞ്ഞാണ് വരുന്നതെങ്കിൽ നമുക്ക് ആദ്യം BMI കറക്റ്റ് ആക്കുക. പിന്നെ ബാക്കി ഇതിനോടനുബന്ധിച്ച് വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ളത് അത് നോക്കുക. ഓവുലേഷൻ ഇവർക്ക് നടക്കുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാം. പിന്നെ ഇൻഫെർട്ടിലിറ്റി 2 കൊല്ലമായിട്ടും കുട്ടികളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ മെഡിസിൻ ഇടാം. സാധാരണ ഈ വെയിറ്റ് നിയന്ത്രിക്കുമ്പോ തന്നെ ഓവുലേഷൻ നടക്കും. 10%, 5 to 10% അവര് പറയുന്ന കണക്ക്. അത്രയും കുറയുമ്പോ തന്നെ ഓവുലേഷൻ കറക്റ്റ് ആയിട്ട് നടക്കും. അപ്പോൾ ഡോക്ടർ, നമ്മൾ നിരവധി കാര്യങ്ങൾ ചർച്ച ചെയ്തു. ഇനി നമുക്കൊരു ഈ ഒരു ടാബ്ലറ്റ്സ്, അതായത് പലർക്കും ഉള്ളൊരു സംശയമാണ്, ടാബ്ലറ്റ്സ് കഴിക്കുന്നത് നല്ലതാണോ, അല്ലെങ്കിൽ ഇതിന് വല്ല സൈഡ് എഫക്ട്സുകളോ കാര്യങ്ങളോ ഉണ്ടോ? ടാബ്ലറ്റ് കഴിക്കുന്നത് നല്ലതാണോ എന്ന് ചോദിച്ചാൽ പ്രിക്കോഷൻ ആയിട്ട്. ഇപ്പം 6 മാസമായിട്ട് ഒരു കുട്ടിക്ക് പീരീഡ്സ് വന്നില്ല എന്ന് പറഞ്ഞാൽ ആരായാലും അത് ചികിത്സിച്ചല്ലേ പറ്റൂ. അപ്പൊ നമ്മള് വിഡ്രോവൽ ബ്ലീഡിങ്ങിന് ഇത് കൊടുക്കും. പീരീഡ്സ് റെഗുലറൈസ് ചെയ്യാനായിട്ട് OCPs കൊടുക്കും. അത് ഒരുപാട് കൊടുക്കത്തില്ല. അതിനോട് അനുബന്ധമായിട്ട് ഈ വ്യായാമ മുറകളും ആഹാര രീതിയും നിയന്ത്രിച്ചു കഴിഞ്ഞാൽ പിന്നെ അധികം എടുക്കേണ്ടി വരത്തില്ല. അധികം ടാബ്ലറ്റ്സ്. എന്നാൽ പോലും ചിലവർക്ക് ഡോക്ടേഴ്സിന്റെ പ്രിസ്ക്രിപ്ഷൻ ഒന്നും ഇല്ലാതെ തന്നെ ഇന്റർവെൽസ്, അതായത് പ്രിക്യൂർ ആയിട്ടുള്ള ഇന്റർവെൽസിൽ ഈ ടാബ്ലറ്റ്സുകൾ എടുക്കാറുണ്ട്. അങ്ങനെ ചില പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സാധ്യത കേട്ടിട്ടുണ്ട്. അപ്പോൾ ആ ക്വസ്റ്റ്യനിൽ എത്തുന്നതിന് മുമ്പേ നമുക്ക് അടുത്തൊരു കോള് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഹലോ ഹലോ ഹലോ, നമസ്കാരം. നമസ്കാരം ഡോക്ടർ. ഹലോ, പറഞ്ഞോളൂ. ഡോക്ടർ, ഇത് ഉണ്ടാനെ കൊണ്ടാണോ പീരീഡ് ആവാനേ താമസമോ? ആർക്കാ? എനിക്ക്. PCOD ഉണ്ടോ എന്നുള്ളത് വല്ല ടെസ്റ്റും ചെയ്ത് നോക്കിയായിരുന്നോ? സ്കാൻ വല്ലതും എടുത്ത് നോക്കിയോ? നോക്കി. അപ്പൊ ഇല്ലാന്ന് പറഞ്ഞു. അപ്പൊ പീരീഡ് വരാൻ. എത്ര വയസ്സുണ്ട്? വയസ്സ് എത്രയുണ്ട്? 38. എത്ര മാസമായിട്ട് പീരീഡ് ഇല്ല? 3 മാസം 4 മാസം കൂടുമ്പോഴാണ് പീരീഡ് വരുന്നത്. അത് 38 വയസ്സേ ഉള്ളോ? അത്രേ ഉള്ളോ? അത്രേ ഉള്ളൂ. കുട്ടികൾ എത്രയുണ്ട്? 2 പേര്. തൈറോയ്ഡ് വല്ലതും ഉണ്ടോ? തൈറോയ്ഡ് ഉണ്ട്. തൈറോയിഡിന്റെ ആണേലും ഇങ്ങനെ വരാം. രക്തക്കുറവുണ്ടെങ്കിലും ഇങ്ങനെ വരാം. PCOD ഉണ്ടെങ്കിലും ഇങ്ങനെ വരാം. ഇനി അതൊന്നുമല്ല, നേരത്തെ അമ്മയ്ക്കൊക്കെ എത്രാമത്തെ വയസ്സിലാ പീരീഡ് നിന്നേ? അമ്മയ്ക്ക് 45 വയസ്സിലാണ് നിന്നത്. ചിലപ്പം നിക്കാനും ഇതുപോലെ വരാം. ഇത് പയ്യെ കൊണ്ട് 3 മാസം കാണത്തില്ല, പിന്നെ അടുത്ത ഇച്ചിരി വരും, പിന്നെ ഒരു 4 മാസം കാണത്തില്ല, പിന്നെ അങ്ങനെ പയ്യെ അങ്ങ് നിക്കാൻ അങ്ങനെയും വരാം. തൈറോയിഡിന്റെ, നിങ്ങളെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നു തൈറോയിഡിന്റെ ആകാനാണ് സാധ്യത കൂടുതൽ. കാരണം തൈറോയിഡിന്റെ അസുഖം ഉണ്ടെന്നല്ലേ ഡോക്ടർ പറഞ്ഞത്. അപ്പൊ അത് തൈറോയിഡ് ഒന്ന് ചെക്ക് ചെയ്തോളൂ. ചിലപ്പം ഗുളിക ഡോസ് കൂട്ടേണ്ടി വരും. പിന്നെ HB ഒന്ന് നോക്കിക്കോളൂ. ഓക്കെ ചേച്ചി, വിളിച്ചതിൽ സന്തോഷം. ഡോക്ടർ, നമുക്ക് നമ്മുടെ അവസാനത്തെ കോള് വെയിറ്റ് ചെയ്യാണ്. ആരാണെന്ന് നോക്കാം. ഹലോ ഹലോ ഹലോ, നമസ്കാരം. നമസ്കാരം. ഡോക്ടറുണ്ട്, സംസാരിച്ചോളൂ. ഹലോ ഡോക്ടറെ, ഞാൻ പറയുന്നത് എനിക്ക് 36 വയസ്സുണ്ട്. അപ്പൊ എനിക്ക് പീരീഡ് മാസം തോറും ആവുന്നുണ്ട്. പക്ഷെ ഒരു ദിവസം, ഇന്നിപ്പോ രാവിലെ തുടങ്ങിയ നാളെ ഉച്ചയാകുമ്പോ തീരുന്നു. 1.5 ദിവസമേ ഉള്ളൂ. അത് വല്ല പ്രശ്നമുണ്ടോ? പണ്ട് എങ്ങനെയായിരുന്നു? പണ്ടെന്ന് വെച്ചാൽ ഒരു 3-4 വർഷം മുമ്പ് വരെ എനിക്ക് 3 ദിവസം 4 ദിവസമൊക്കെ ആവുമായിരുന്നു. ഫുൾ ഡേ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ എനിക്ക് 1.5 ഡേ ഉള്ളൂ. അത്രേ ഉള്ളൂ. വയസ്സ് എത്രയുണ്ട്? വയസ്സ് 36 വയസ്സുണ്ട്. വെയിറ്റ് എത്രയുണ്ട്? വെയിറ്റ് 69 ഉണ്ട്. 69 ഉണ്ട്. വേറെ എന്തെങ്കിലും അസുഖമുണ്ടോ? ഷുഗറോ? ഇല്ല, എനിക്ക് ഷുഗറും പ്രഷറൊന്നും ഇല്ല. കൊളസ്ട്രോൾ ചെറിയ രീതിയിലുണ്ട്. അത് പിന്നെ ഹെറണിയുടെ ഓപ്പറേഷൻ കഴിഞ്ഞു 1.5 വർഷമായി. തൈറോയ്ഡ് വല്ലതും ഉണ്ടോ? തൈറോയ്ഡ് ഞാൻ ചെക്ക് ചെയ്തപ്പോ ഒന്നുമില്ല. ഇപ്പൊ ഞാൻ കാലിന്റെ ട്രീറ്റ്മെന്റിന് ഞാൻ പാരിപ്പള്ളിയിൽ കാലൊടിഞ്ഞ് കുറെ നാൾ ട്രീറ്റ്മെന്റ് ആയിരുന്നു. അപ്പൊ ചെക്ക് ചെയ്തപ്പം തൈറോയ്ഡ് ഒന്നും ഇല്ല. കൊളസ്ട്രോൾ ഉണ്ട്. സ്കാൻ വല്ലതും ഇടയ്ക്ക് എടുത്ത് നോക്കിയിട്ടുണ്ടോ? സ്കാൻ ഞാൻ ഹെറണി ഓപ്പറേഷൻ എടുത്ത് നോക്കിയായിരുന്നു. അപ്പൊ അവര് പറഞ്ഞു കുഴപ്പമൊന്നുമില്ല,
അങ്ങനെയാണല്ലോ ഹെർണിയ ഓപ്പറേഷൻ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഒക്കെ വേണമല്ലോ നമുക്ക്. ഓക്കെ. അപ്പൊ അതിനൊരു കുഴപ്പവും ഇല്ലെന്ന് പറഞ്ഞു. പക്ഷെ ഇതാണ് എനിക്ക് ഇപ്പൊ പ്രോബ്ലം. ഭയങ്കര അടിവയറ് വേദന, സൈഡ് വയറ് ഭയങ്കര വേദന. ആണോ? അത് ഈ ഹെർണിയുടെ ഓപ്പറേഷന് ശേഷമാണോ അതോ നേരത്തെ ഉണ്ടോ ഇത്? ഹെർണിയുടെ ഓപ്പറേഷന് ശേഷം അതുമായിട്ട് ബന്ധം ഇല്ലാന്ന് തോന്നുന്നു. പക്ഷെ ആ സമയത്ത് അതിന് ശേഷമാണ് എനിക്ക് പീരീഡ് വരുന്നത് അറിയാത്തത്. മറ്റേത് സൈഡ് വയറ് വേദനയോ ഉളുക്കോ വന്ന് നമുക്ക് പീരീഡ് ആവുമെന്ന് മനസ്സിലാവും. പക്ഷെ ഇതിപ്പോ നമുക്ക് ഒന്നും മനസ്സിലാവില്ല. പീരീഡ് ആവുന്നത് പോലും നമുക്കൊരു സിമ്പിൾ പോലും വരത്തില്ല. പിന്നെ വയറുവേദന ഉണ്ടെന്ന് പറഞ്ഞതോ? ഉളുക്ക് പറഞ്ഞില്ലേ, സൈഡിന് ഒരു ഉളുക്കും ചെറിയൊരു കുത്തുവലി വേദന, പിന്നെ അങ്ങ് മാറും, പിന്നെ ഒന്നുമില്ല. അപ്പൊ ഒരു കാര്യം ചെയ്തു, 1.5 ദിവസമേ ഉള്ളൂ മാഡം എനിക്ക്. ആണോ? HB ഒന്ന് നോക്കിക്കോളൂ, ചിലപ്പോ രക്തക്കുറവിന്റെ ആയിരിക്കാം. സ്കാൻ ഇപ്പൊ ഒരു 2 വർഷം കൊണ്ട് അങ്ങനാ. ആണോ? 2 വർഷമായിട്ട് കുറച്ച് അയൺ ഗുളിക ഒന്ന് കഴിച്ചു നോക്കിയോളൂ. പക്ഷെ പെയിൻ ഉണ്ടെങ്കിൽ ഒന്ന് സ്കാൻ എടുത്ത് നോക്കുന്നത് നല്ലതായിരിക്കും. ശരി, വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ 1.5 ദിവസം ആവുന്നതിന്? 1.5 ദിവസം ആവുന്നതിന് കുഴപ്പമില്ല. ഇനി PCOD വല്ലതും കൂടെ ഉണ്ടോ? പക്ഷെ PCOD അങ്ങനെ പെയിൻ ഉണ്ടാക്കുന്ന ഒരു അസുഖം അല്ല പൊതുവെ. അപ്പം വേറെ അമിതമായ ഡിസ്ചാർജ് പോക്കോ അങ്ങനെയൊന്നും ഇല്ലല്ലോ? ഒന്നുമില്ല. അപ്പൊ ജസ്റ്റ് ഒന്ന് സ്കാൻ എടുത്ത് നോക്കിയോളൂ. ഡിസ്ചാർജ് പോക്ക് അല്ലാതെ പീരീഡ് എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഒരു 3-4 ദിവസം കഴിഞ്ഞ് ചെറിയ രീതിയിൽ ഡിസ്ചാർജ് പോകും. അമിതമായിട്ടില്ലല്ലോ? അമിതമായിട്ടില്ല. അപ്പൊ ഒന്ന് സ്കാൻ ചെയ്ത് നോക്കിക്കോളൂ. കാരണം PCOD ഞാൻ ഡിസ്ട്രിക്ട് കാണിച്ചായിരുന്നു മാഡം, വിക്ടോറിയയിലെ. അപ്പൊ ഉള്ളു പരിശോധിക്കണമെന്ന് പറഞ്ഞ് പേടിച്ച് ഓടിപ്പോയി ഞാൻ. സ്മിയർ ഒക്കെ ചെയ്ത് നോക്കിയതാണോ? അന്ന് ഇറങ്ങിയ സമയത്ത് എല്ലാ ട്രീറ്റ്മെന്റും ടെസ്റ്റും കഴിഞ്ഞതായിരുന്നല്ലോ. പിന്നെ ചെയ്യണമെന്ന് പറഞ്ഞപ്പോ എനിക്കൊരു പേടിയായി, പിന്നെ ഞാൻ പരിസരത്ത് പോയില്ല. അല്ല, ഒന്ന് സ്മിയർ ഒന്ന് ചെക്ക് ചെയ്തോളൂ. കാര്യം വയസ്സ് 36 ആയില്ലേ, ഒരു സ്മിയർ ഒന്ന് ചെക്ക് ചെയ്യണം, സ്കാനും ഒന്ന് എടുത്ത് നോക്കണം, HB ഒന്ന് ഗൈനക്കോളജി കണ്ടതൊക്കെ ചെയ്യിച്ചാൽ മതി. വിക്ടോറിയ തന്നെ ഉണ്ട് സർവൈക്കൽ സ്മിയർ ചെയ്യുന്നത്. RDCയിൽ പോയാൽ മതി, അവര് ചെയ്തു തരും. ശരി, ആയിക്കോട്ടെ. ഓക്കെ ചേച്ചി, വിളിച്ചതിൽ സന്തോഷം. അപ്പോൾ ഡോക്ടർ നമ്മുടെ പ്രോഗ്രാം മൈൻഡപ്പ് ചെയ്യുകയാണ്. ഈ ഒരു സമയത്ത് എന്താണ് ഡോക്ടറിന് നമ്മുടെ പ്രിയ ശ്രോതാക്കളോട് പറയാനുള്ളത്? ഈറ്റ് ഹെൽത്തി, ലിവ് വൈസ്ലി, ഹാവ് ന്യൂട്രീഷ്യസ് ഫുഡ്, ഈറ്റ് ലെസ്. ഓക്കെ ഡോക്ടർ, വളരെ സന്തോഷം. അപ്പോൾ ഇത്രയും നേരം നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് കൊല്ലം വിക്ടോറിയ ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ റിട്ടയർഡ് ചീഫ് കൺസൾട്ടന്റ് ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ ജെസി നെറ്റോയാണ്. അപ്പോൾ ഡോക്ടറിന്റെ വിലയേറിയ അഭിപ്രായങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കും റേഡിയോ ബെൻസികന്റെ പേരിൽ നന്ദി പറയുകയാണ്. നന്ദി ഡോക്ടർ. ഓക്കെ, താങ്ക് യു.